യങ്സ്റ്റേഴ്സ് ജ്വാല, പരസ്യകല, ഓഫ്സെറ്റ് പ്രസ് കണ്ണപുരം, ഗതാഗതം വാസുദേവൻ കെ വി, രംഗപടം വിജയൻ കടമ്പേരി, രംഗമൊരുക്കുന്നവർ ബാബു ചാലത്തൂർ, പി സി രമേശൻ, കെ വി രാജീവൻ, പി ലക്ഷ്മണൻ. ആർട്ട് സുമൻ ചുണ്ട. നിർമ്മാണ മാർഗനിർദ്ദേശം ടി കെ ദിവാകരൻ. ചമയം ഒ മോഹനൻ. പശ്ചാത്തല സംഗീതം അനിൽ മാണ. സംഗീത നിയന്ത്രണം രാജീവ് കീഴറ. അരങ്ങിൽ ഐശ്വര്യ രാമചന്ദ്രൻ, കൃഷ്ണപ്രിയ കീഴറ, ആദിത്യ ഷാജി, വിദ്യ രമേഷ്, പി വി ദാമോദരൻ, മോഹൻദാസ് കീഴറ, ദിബു കീഴറ, ടി എൻ മഹേഷ് കുമാർ, സുനിൽകുമാർ കെ, രുദീപ് രമേഷ്. നിയമപരമായ മുന്നറിയിപ്പ്: പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം.
എന്താ പരിപാടി? പരിപാടി ഒന്നുമില്ല സാർ. അതെന്താ പരിപാടി ഇല്ലാത്തത്? എന്താ ബാഗിൽ തുറന്ന് നോക്കട്ടെ. ഒന്നുമില്ലല്ലേ? എന്തിനാണ് കത്ത്? സത്യം പറഞ്ഞോ? നീ കാണാനാ? അല്ല സാറേ, അതൊരു സ്റ്റേജിൽ സെറ്റ് കെട്ടുമ്പോ കയർ മുറിക്കാനായിട്ട്. എന്താ ചെയ്യാവേ? പള്ളി കെട്ടണ വിടണ്ട, ഞാൻ വരാം. കാണാ പറഞ്ഞ സാറിന്റെ കാര്യം നല്ല വീട്. സത്യം പറഞ്ഞ നിനക്കണമെന്ന് സാറേ, ഇവന്റെ മേഖല കത്തിയേക്കില്ല. എന്താ പറഞ്ഞ സ്റ്റേജില് അവിടെ അത് സ്റ്റേജിൽ മുള കെട്ടുമ്പോ കയർ മുറിക്കാനായിട്ട്. സ്റ്റേജ് പിടിക്കാനാ ഇവന്റെ ബാഗ് വേറെ കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടണം. അങ്ങോട്ട് മാറിയില്ല, അങ്ങോട്ട് മാറിയില്ലടാ. എന്താ പറഞ്ഞ കളറുന്നല്ലോ. നോക്കണം, സ്ഥലത്ത് നോക്കടാ. മടി ഞാൻ ലോട്ടറി നിന്നോട് ചോദിച്ചു. കാശാണെന്ന് പറയട്ടോ. സത്യം പറയടാ, നീ കള്ളല്ല. എന്താടാ ഇല്ല കട്ടവാസല്ലേ? അല്ല സാറേ, ഞാനൊരു സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. എന്താണ് സ്റ്റേജ് ആർട്ടിസ്റ്റാണ്, ടെക്നീഷ്യനാണ്. ടെക്നിക്കൊക്കെ അവിടെ വെക്കട്ടെ. നീ കള്ളു കുടിച്ചിട്ടുണ്ടോ? എന്താടാ നീ കൂട്ടിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചേ? ഇല്ല സാറേ. ഇല്ലേ? ഇവനൊന്ന് കുടിച്ചേ. ജീവൻ പാവ ഇവൻ കുടിച്ചിട്ടൊന്നുമില്ല. തീരെ കുടിച്ചിട്ടില്ല. ഇവര് രണ്ടാമതൊന്നും അറിയില്ല. കുറച്ച് കുടിച്ചിട്ടുണ്ട് സാർ. നീ കുടിച്ചിട്ടൊന്നുമില്ല. വീണ്ടും പറഞ്ഞാൽ കുടിച്ചിട്ടുണ്ട്. ചുമ്മാ. അപ്പൊ പിന്നെ എങ്ങനെയാ വിലമുണ്ട് എടുക്കല്ലേ? എന്താണ് എന്റെ പേര്? സുരേന്ദ്രൻ. സുരേന്ദ്രൻ. കുറച്ച് ഞാൻ ബഷീറാവുള്ളൂ. സുരേന്ദ്രൻ തന്നെ എന്റെ പേര് സാർ. ഉറപ്പിക്കാല്ലേ? ഞാൻ വേറെ ഉറപ്പിക്കാല്ലേ? ഉറപ്പിക്കാൻ സാറേ. സുരേന്ദ്രൻ 3 തരം. എന്നാ പിന്നെ പോകല്ലേ സുരേന്ദ്രൻ? വീട്ടിൽ പോകണം സാറേ. നമ്മളൊക്കെ വീട്ടിൽ പോകുന്ന പോലുള്ളത് തന്നെ സുരേന്ദ്ര. നമ്മുടെ സാഹചര്യം ഞങ്ങൾ ഇങ്ങനെ എങ്ങനെ ബാക്കിയല്ലേ? ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ടാ? അതറിഞ്ഞാൽ സംസാരം ഉണ്ടാവും എന്റെ സുരേന്ദ്ര. നിന്നെ ഇട്ടിച്ച് തൂക്കിയെടുത്ത് കൊണ്ടുപോകാൻ സാറേ, എന്നെ കൊണ്ടുപോകാൻ അതിന് നിർത്തുന്നില്ലല്ലോ. എങ്ങനെ? അല്ല, എന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെ അതിന് നിർത്തുന്നില്ലല്ലോ. വാറണ്ട്. ഇപ്പൊ ഒരു വാറണ്ട് കിട്ടും. ഇതൊരു വാറണ്ട് വേണം. നമ്മളൊരു പഴയ ഇല്ല, ഉള്ളതാണ് ഇവര് പാകാവെന്ന് അറിയും. ഇങ്ങനത്തെ ചെയ്യാം. ഇന്ത്യ വാറണ്ടൊക്കെ ബാഗിലിട്ട് നൽകാൻ വരാമോ? ജോക്കിയൊക്കെ ഉണ്ടല്ലോടാ. ഓരോ ഷർട്ട് കൊണ്ടൊക്കെയാണെങ്കിലും ജെട്ടി ജോക്കിയാ. അത് കട്ടതാവും. അല്ലാതെ പൈസ കൊണ്ട് വാങ്ങി ആ പൈസക്ക് പൈന് വാങ്ങി കഴിക്കും. നിന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞു? ചെറായി. ചെറായിരം കടപ്പുറം തരില്ല. അപ്പൊ നീ കടപ്പിയ എന്താണ് അവർക്ക് ഒരു കാര്യം സമാധാനപ്പെടുന്ന താമസം? നീ കടത്തിയാണോ എന്ന് ചോദിച്ചത്. എന്റെ അച്ഛനൊക്കെ കടയിൽ പോകുന്നതിനാണ് സാർ. അതെ, അതല്ലേ ചോദിച്ചത്? കടത്തിയാണോ? ചേരെ ഇവന് ഒന്നുകൂടെ വിസ്തരിച്ച് വെക്കിയത്
ഇതിന്റെ മറ്റേ ബോധ്യവനം കിട്ടാനുള്ള കാശ് കേട്ടോ. ആ അവിടെ അടികൊണ്ട് മുള്ളു നീ പോലീസുകാരെ പഠിക്കണം. വെറുതെ കഷ്ടപ്പെട്ട് ജാതി നാട്ടിൽ പൗരനല്ല സാർ. ആര്? പൗരൻ പൗരൻ. പൗരൻ ശിവേ, പൗരൻ പൗരൻ. അതിന് ഒരു പൗരനെ അങ്ങനെ വെറുതെ ഒരു പൗരന് ഈ രാത്രി അസമയത്ത് ഇവന്റെ മനസ്സിൽ ഗൗരവങ്ങളായ കുറെ സംഗതികളൊക്കെ ഉണ്ട് സാർ. പുറത്തോട്ട് ഇങ്ങോട്ട് വരാനില്ല. അതെ, കാലാവസ്ഥ മഴയൊക്കെ അതിന് ചാൻസ് കളിയാക്കല സാറേ. ഒരു പൗരനെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ വകുപ്പുകളൊക്കെ ഇല്ല സാറേ. ശിവേ, ഒരു ദിവസം വെള്ളം കിട്ടോ? എന്നെ ചതുക്കത്തിൽ പോയി വണ്ടിയിലെ ബുക്കുകളുണ്ട് സാർ എടുക്കാം. എനിക്ക് നമ്മുടെ ബലമായ സംശയം ഇവർ വക്കീലാണ്. ഞാൻ അങ്ങനെ പറയാനിരിക്കുന്നു. മേലും വകുപ്പൊക്കെ അരച്ച് കലക്കി കുടിച്ച പോലെ നിങ്ങൾ പറയണത്. ഞാൻ വക്കീലൊന്നുമില്ല സാർ. പിന്നെ ജഡ്ജിയാ നമ്മൾ ഒരു വട്ടല്ല. നാളെ പറയില്ല സുരേന്ദ്ര, നീ ഒരു വക്കീലില്ല. ഒരു സംശയം, അതെടുക്കുന്ന ഒരു IAS. ഒരു മതി ആക്കല്ല സാറേ. ലേഖനം പഠിപ്പിക്കുന്ന പൗരനാലുകൾ ചുമക്കാനല്ല, കുടിക്കാനാണ്. കണ്ണുകണ്ട വെള്ളത്തെ കുറിച്ച് വയറിനുള്ള കേട് വന്നാലേ നിന്റെ ഇല്ലത്തെ തേങ്ങയുടെ മൂടാവും. എന്റെ ചേച്ചി, ഞാൻ ഈ രാത്രി ട്രെയിനിൽ കയറിക്കാരണം വെള്ളം കുടിക്കാനിരിക്കണോ? ഉറങ്ങൂലേ? അതൊരു പുറത്തേക്കെടുത്ത് അതിനകത്ത് ഫയൽ വെക്കണം. ഫയലിൽ വെക്കാൻ ഇത്രയും സ്ഥല സ്ഥലമല്ലേ ചേച്ചി, അതിനകത്ത് വെള്ളമൊക്കെ ഈ കാര്യം ബസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. രണ്ട് ബ്രഹ്മ ജോലിക്കാരനാകുമ്പോ തോപ്പിട്ട് കണ്ടീഷനെ കൂടുതലിട്ടാ ചുറ്റു. എന്ത് വെള്ളം വെക്കണ്ടെന്ന് പറഞ്ഞാ ഒരെണ്ണം ഞാൻ കൊണ്ടുപോയിക്കോ. അതിനെ കൈ പിടിച്ചാ പോലെ ഇതിനകത്ത് നോക്കണം. ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ കാണുന്നുണ്ട്. നീ എന്താണ് ചേച്ചി തൊട്ടേന്ന് പിടിച്ചു വരുന്നത് അമ്മായിമ്മ പോലെ? അത് ശരി, ഞാൻ പോകുന്ന പോലെ കാണാം. മഴക്കാലാണ്, കണ്ണു കണ്ടെടുത്തൊക്കെ വയറക്കും ചട്ടി. അതും ചെറിയ നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ നീ ആ കാവ് നിൽക്കും. ആ കാവ് അവർക്ക് തരില്ല. അതെ, ഒന്ന് വേണ്ട. ഇത് രണ്ടു വെള്ളത്തിന്റെ കൂട്ടയിൽ മിണ്ടി പോകാൻ പോയി വരണ വരെ ഇതേ പോയിട്ടുള്ളൂ. അച്ഛൻ വന്നില്ലല്ലോ. ആ അച്ഛൻ മഴയ്ക്ക് വിട്ടേക്കാണ്. ഞാൻ ബൈക്ക് കുടിച്ചെല്ലാന്ന് പറഞ്ഞാ സമ്മതിച്ചില്ല. ഈ പോകുന്ന വഴി കണ്ടോ. ജിത്തു, നീ നാളെ ഇന്റർവ്യൂവിന് കയറണതിന് മുമ്പ് വിളിക്കണം. അമ്മയുടെ ഫോട്ടോ മുന്നിൽ വിളക്ക് വെക്കാനാ. വിളിക്കണം. എനിക്കൊക്കെ ഒരു സാമട്ടാണ്. ഇന്റർവ്യൂവിന് കയറപ്പോ അമ്മയുടെ നന്നായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കണം കേട്ടാ ജിത്തു. നീ പ്രാർത്ഥിച്ചാൽ തന്നെ ഇന്റർവ്യൂക്ക് ഞാൻ പാസ്സായിട്ടുണ്ട് ചേച്ചി. അല്ലെങ്കിലും എനിക്ക് അമ്മേനെ കണ്ട വല്ല ഓർമ്മയുണ്ടോ? എനിക്ക് അമ്മയും ചേച്ചിയല്ല നീ തന്നെയല്ലേ? ചേച്ചി കരഞ്ഞില്ലേ? ചേച്ചി കരഞ്ഞി? ഒരു സെന്റി ഡയലോഗ് പരീക്ഷയൊക്കെ ഞാൻ ഈസിയായി കടക്കും ചേച്ചി. മീൻ എക്സാമും ടെസ്റ്റും ഒക്കെ വളരെ സ്മൂത്തായി ഞാൻ സ്കോർ ചെയ്തില്ലേ. പിന്നെ ഇന്റർവ്യൂ പാസ്സാവാനാണ് അവസ്ഥ. ഇന്റർവ്യൂ ഒക്കെ പാസ്സായി സർക്കാർ സർവീസിൽ കയറിയിട്ട് വേണം നിന്നെ ഒന്ന് കെട്ടിക്കാൻ. നീ നിന്റെ അച്ഛനെ തന്നെ കെട്ടിക്കേണ്ടി വരും. അല്ലാതെ എന്നെ കിട്ടില്ല. പ്രായമായിട്ടില്ലല്ലോ. പ്രായമായെങ്കിലും എനിക്കെന്താ ആളെന്ന് പറയണ്ട. ഒരു ഗൾഫാരം വന്നില്ലേ, പിന്നെ പറവൂരിനൊരു മാഷ്, ഒരു സുബ്രഹ്മണ്യം. ഇതൊക്കെ പുല്ല് പോലെ വേണ്ടാന്ന് വെച്ചില്ലേ എന്നിട്ടാ കെട്ടിന്റെ കുട്ടും പറഞ്ഞ എന്നെ ഇളക്കാൻ നോക്കണേ. ഇത് തന്നെയാണ് പ്രശ്നം. ജീവിതാവസാനം വരെ എനിക്ക് ഇതും പറഞ്ഞുകൊണ്ടിരിക്കാനല്ലേ. അമ്മ മരിക്കുമ്പോ ചിത്തു പൊടിക്കുഞ്ഞായിരുന്നു.
എന്നിട്ട് അവനെ നോക്കാൻ വേണ്ടി കല്യാണം വരെ വേണ്ടാന്ന് വെച്ചു. ജീവിതാവസാനം വരെ ഇതും പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുണ്ട്. ദേ, ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ വെറുതെ എന്നെ വീക്കുന്നത് ഇറങ്ങാൻ നിൽക്കണ്ടാ നീ. എന്നാ നീ വീട്ടിൽ വീക്കണോ? ഞാൻ പഴയ കാലത്തിനാണ് വളരുക. അച്ഛൻ കഴിച്ചോ? ആ ഒരു 2 മണി ആ നാല് ഇതുവരെ വന്നില്ലേ? അച്ഛൻ പറഞ്ഞില്ല ഇവരെ എത്ര പെട്ടെന്ന് മനസ്സിലായത്. ഞാൻ ഉദ്ദേശിച്ച നാളെ ഇവന്റെ സ്വന്തം തന്ത്രം തന്നെയാണ്. അച്ഛൻ സാധാരണ അച്ഛനെ അങ്ങനെയല്ലേ വിളിക്കാറ്. ഞാൻ അങ്ങനെ പല നാടുകളെയും വിളിക്കാറുണ്ട്, ഇനിയും വിളിക്കും. വാശിയിൽ ഒരു പുല്ലരി പേരില്ല. അതൊക്കെ കൊണ്ടിരിക്കും. അച്ചാച്ചന്റെ മോൻ എല്ലാം പഠിച്ചോ? പോയി ഇഷ്ട വാങ്ങിയിട്ട് വന്നാല് അച്ചാച്ചന്റെ സ്വഭാവം പറഞ്ഞില്ലെന്ന് അച്ചാച്ചന് ഇൻഫ്ലേഷനില്ല. മീൻ എക്സാം ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി ഒരു ഇന്റർവ്യൂ മാത്രമേ അത്രേ ഉള്ളൂ. അതിന് ഇത്രയും ദൂരമൊക്കെ പോണം. ഒന്ന് വോട്ട് ചെയ്ത് പറഞ്ഞാൽ അയ്യോ അത് പറ്റില്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇതുവരെ ചെയ്തൊക്കെ വെറുതെ ആവും. അപ്പൊ പിന്നെ ഏതാണ് മെയിൻ? ഇന്റർവ്യൂ ആണോ പരീക്ഷയാണോ? അച്ചാച്ചന് പഠിച്ച പഠിപ്പും കിട്ടാവുന്ന ജോലിയൊക്കെ എന്താ വേറെ നടക്കുന്നത്? പേരക്കുട്ടിയതിനോ തിരുവനന്തപുരത്ത് പോയത് ഈ കരയിലെ നാരികൾ ചോദിക്കുമ്പോ ഞാനൊന്ന് പേടിക്കണ്ടല്ല. അതുകൊണ്ടാ എന്നതാ പറയണ്ടേ? അതൊരു കാലത്തിട്ടല്ലേ കേസ്. ഇവിടെ നോക്കറ അച്ഛൻ ചേച്ചി പറഞ്ഞ തന്നെ KAS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഞാൻ കഷ്ടപ്പെടും. IAS സമാനമായ കേരള സർക്കാരിന്റെ ടെസ്റ്റും പോസ്റ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ മതി. അത് പറയാനും ഞാൻ കഷ്ടപ്പെടും. എന്നൊന്നും പറയണ്ട. അത് പറ്റില്ല. ഓരോരുത്തന്മാരിങ്ങനെ കുത്തി ചോദിക്കുമ്പോ ഞാനൊന്ന് വിലപ്പെട്ട് നോക്കണ്ടേ? അതുകൊണ്ടാ അതൊക്കെ പോട്ടെ. ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞാൽ മോൻ എന്തോ കിട്ടും? ജോലി കിട്ടും. അതെനിക്ക് അറിഞ്ഞൂടെ? ജോലി കിട്ടും. ശമ്പളം എത്ര കിട്ടും പറ? ശമ്പളം ഒരു 70,000 തൊട്ട് 1.5 ലക്ഷം രൂപ വരെ കിട്ടും. 1.5 ലക്ഷം? ചുമ്മാ എങ്കിൽ പിന്നെ ഈ ഞാൻ ഈ തുറയിലെ കുറെ അവന്മാരും തന്നൊക്കെ വിളിക്കും. നിനക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അച്ചാച്ചന്റെ വീട്ടിലത്തെ ജാടയാണ്. അതുകൊണ്ടാ, അല്ലാതെ എനിക്ക് പറ്റില്ല. കിട്ടിക്കോട്ടെ. അവനത് കിട്ടും. കിട്ടാതെ എവിടെ പോകാൻ പോലെ പോത്തല്ല. അതൊക്കെ പോട്ടെ. അച്ചാച്ചൻ മോന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അച്ഛന്റെ കൊനിഷ്ടം കേട്ടിരുന്ന ട്രെയിൻ അതിന്റെ വഴിക്ക് പോകും കേട്ടാ. ട്രെയിനിങ് സമയം ഇച്ചിരി നേരത്തെ ഇറങ്ങിയാലെന്താ? കൃത്യ സമയത്തിന് ഓടി പിടിച്ച് പോണം. മഴ മാറി അച്ഛൻ നടന്നിരുന്നതിനൊക്കെ വഴി കാണാം. ഇറങ്ങാൻ നോക്കി. എന്നാ പിന്നെ പോകാം. ബൈക്ക് കൊണ്ടല്ലേ പോകുന്നു. ശിവണ്ടി ആഫീസിൽ ബൈക്ക് കൂട്ടി വെച്ചിട്ട് പോകണം കേട്ടാ. ഇല്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴേക്കും വല്ലവന്മാരും അടിച്ചോണ്ട് പോകും. വെള്ളം എടുത്തു എന്റെ പൊന്നെ. നന്നായി വരുട്ടോ. അച്ഛൻ പ്രാർത്ഥിക്കുന്നു പൊന്നു ജയിച്ചിട്ട് വാ. എന്നിട്ട് വേണം അച്ഛനൊന്ന് തുടങ്ങാൻ. വേണം പരമാവധി നടപടിക്രമം പോലീസിന്റെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോകത്തോടത്ത് മീറ്റിംഗും ഉണ്ടായിരുന്നു. നാളെ രാവിലെ മുതൽ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള പോലുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ആണ് ചെയ്യുന്നത്. ഇലക്ഷൻ പീരീഡിലൊക്കെ അധികവും അച്ഛന്റെ പേര് പരശുരാമൻ. കേരള മോന എന്നിട്ടാണോ ഇങ്ങനെ കള്ളം കുറിച്ച്? വീട്ടുപേര് പറ. മാടന്തൂർ. മാടൻ
അപ്പൊ തൊഴില് സ്റ്റേജ് ടെക്നീഷ്യൻ. ഏ? ഫിഷർമാൻ. വള്ളത്തിൽ പോകും. എവിടെ വെച്ചാ സാറിനാർ തന്നെ കസ്റ്റഡിയിലെടുത്തേ? പറമ്പൂർ കവല. കവല. തന്നെ ഇവിടെ കൊണ്ടുവന്നതിന് രേഖ വേണ്ടേ? ഒപ്പിട്. എന്നെ ഇവിടെ എന്തിനാ കൊണ്ടുവന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല മേഡം. അതൊക്കെ കള്ളിന്റെ കെട്ടിടക്കുമ്പോ മനസ്സിലായിക്കോളൂ. മദ്യപിച്ച് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കിയിട്ടല്ലാതെ തന്നെ തുണിക്കൊള്ളാനുള്ള ഉറപ്പൊന്നും ഇല്ലാത്തില്ല. ഒപ്പിട്. മദ്യപിച്ച് ഞാൻ ആർക്ക് ശല്യം ഉണ്ടാക്കിയെന്ന ആ പരിസരത്ത് ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഉണ്ടായിരുന്നില്ല മേഡം. പിന്നെ പിന്നെ ഈ പാത്രത്തിൽ സാമ്പാർക്ക് തന്നെ കിട്ടിയ പരിസരത്ത് കഴപ്പുണ്ടോ? ഉണ്ടോ? തന്നെ കൊണ്ട് മെഡിക്കൽ വന്നില്ലേ? വന്നില്ലേ? തന്നെ കിട്ടി സർക്കാർ വഴി ഡീസൽ കത്തി ചോടിയില്ലേ കുറെ? പിന്നെതാ ഞാൻ കുത്തിക്കിട്ടുന്നു ചാർജ് ഷീറ്റ് ഉണ്ടാക്കും. വാദോർന്ന് പറയണോ ഇല്ലേ? ആ അപ്പൊ ഇതൊക്കെ തന്നെയാ പൊതു ശല്യം. ഒരു ഡയലോഗ് കടിക്കാതെ ഇതിലൊക്കെ ഒപ്പിട്ടെ. സുരേന്ദ്രൻ ഡയലോഗ് അടിച്ചോ? സുരേന്ദ്രൻ ഡയലോഗ് അടിക്കുന്നു. ഈ നിൽക്കുന്ന ആരാണ് വെറ്റിമേടത്തിന്റെ വിചാരം? ആളൊരു കൊച്ചു സെലിബ്രിറ്റിയാ. സെലിബ്രിറ്റിയോ? ആ അല്ല ഷിഹാബ് വ്യക്തമായി പറഞ്ഞു. സാർ ഇങ്ങനെ ഒപ്പിടുന്നില്ല. ആ അവൻ ഒപ്പിടാതെ ഞാൻ സുരേന്ദ്ര ആ തള്ളവരിൽ നിൽക്കണേ അപ്പേ സെറ്റ് നമ്മൾ മാറ്റി ഇനി പെട്ടെന്ന് കേക്കെടുക്കുക. കേക്ക് കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലല്ല പോലീസ് സ്റ്റേഷനില. ശരി അതോ സാംസ്കാരിക വകുപ്പ് വന്നിരിക്കും? സത്യം പറഞ്ഞ എന്റെ മോൻ വിളിച്ചതാ സാറേ. നിന്റെ മോനല്ലേ? എന്തിനാ എവിടെയൊക്കെ പോണെന്ന് പറഞ്ഞു? എന്നിട്ടാ പോയില്ലേ? ഹാപ്പി ബർത്ത്ഡേ. ആഹാ അടിപൊളി കേക്കാണല്ലോ. ഷുഗറാണ്. എന്നാലും മെച്ചിമേടത്തിന്റെ പിറന്നാളായി പോയി. റെയിൽവേ സ്റ്റേഷൻ അപ്പൊ ഇനി ഇതുപോലെ 10 പിറന്നാളുകൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ലക്ഷ്മി മാഡത്തിനും അത് കഴിക്കാൻ ഞങ്ങൾക്കും ഈശ്വരൻ ദീർഘായുസ് നൽകണം. നമ്മുടെ സുരേന്ദ്രനോട് ഫീസ് കൊടുക്കണം. ലക്ഷ്മി മാഡത്തിന്റെ പിറന്നാളിൽ ഒരു സെലിബ്രിറ്റി കിട്ടിയിട്ട് കൊടുക്കേ. നീ എന്തൊരു എന്നൊന്നും പറഞ്ഞിടുവോ? നിന്നെ ഇപ്പൊ വിട്ടാലുള്ള കുഴപ്പമെന്ന് പറയൂ സുരേന്ദ്രൻ. കാര്യം കള്ളനും കൊലപാതകം അല്ല നിനക്ക് മനസ്സിലായി. പക്ഷെ നിനിപ്പോ വിട്ടാലേ നീ വെളിയിൽ പോയി അത് ഒപ്പിക്കോ, നിനക്ക് വല്ല സംഭവിക്കുക ചെയ്താലേ അത് ഞങ്ങളുടെ തലയിൽ വരും. നാളെ നേരം വിളിക്കട്ടെ, നിന്റെ വീട്ടിൽ നാലൊക്കെ വരുമല്ലോ. അപ്പോ ഞാൻ എന്റെ സ്വന്തം റിസ്കിൽ പറഞ്ഞോട്ടെ പറയാം. പുറത്തെ ബാലാജിയുടെ കാര്യം നിന്ന് നല്ല ചൂടപ്പ് കൂട്ടക്കറി എന്നെ പറഞ്ഞു ഞാൻ വാങ്ങിക്കുന്നു. പക്ഷെ അതിന്റെ ചില ഡിമാൻഡ്സ് ഒന്നും ഇതാരെ നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? പ്രതിഭയാണ്, പ്രതിഭാസമാണ് അല്ലേ സുരേന്ദ്ര? സാറ് പറഞ്ഞായിരുന്നു സെലിബ്രിറ്റി ആണെന്ന്. സ്റ്റേജ് ടെക്നീഷ്യൻ സൈഡ് വേഷം നാടകം പറഞ്ഞ മലയാളത്തിൽ PG ആന്റണിക്കും കൊട്ടാരക്കരയ്ക്കും തിരക്കിനൊക്കെ ശേഷം വന്ന മഹാപ്രതിഭയാണ് നിൽക്കണം. സ്വന്തം പ്രതിഭയാണ് നിൽക്കണം. അമ്പടാ ഈ കോലക്കെട്ടാ പറയോ? അതല്ലേ അവന്റെ എളിമ. പക്ഷെ മിമിക്രിയിലാണ് തുടക്കം. ഒരു കാലത്ത്
മോഹൻലാലിന്റെ ഒക്കെ സ്ഥിരം സൗണ്ട് ഫിഗർ എടുത്തോണ്ടിരുന്നതാ. മോഹൻലാലെങ്ങാനും കളഞ്ഞ മോഹൻലാൽ പിന്നെ ശരിക്കും ആകടി പെരുമ്പോൾ അറിഞ്ഞല്ലേ തീർന്നു. പക്ഷെ അങ്ങനെ പറയാൻ കേട്ടോ, ഇവന്റെ ഈ സൈഡിൽ നിന്ന് നോക്കി മോഹൻലാലിന്റെ ഒരു സുരേന്ദ്രൻ ഒന്ന് എടുത്തോട്ട് തിരിഞ്ഞതാ. എടുത്തോട്ട് തിരിഞ്ഞാ നോക്കട്ടെ. മടച്ചോണി നോക്കി. കറക്റ്റാണ്. പക്ഷേ എനിക്ക് ഈ സൈഡിൽ നോക്കുമ്പോ നമ്മുടെ മുള്ളംകൊല്ലി വേലായുധന്റെ ഒക്കെ ഒരു ചായ ഉണ്ട്. ആ മീശയും ചുണ്ടും മുടിയും. അപ്പൊ പല്ലോ നോക്കില്ല. സുരേന്ദ്ര ഒന്ന് കൊടുത്തിരിഞ്ഞ അതെ വേണം ഇഞ്ചി തോന്നു. സാറ് പറഞ്ഞത് കേട്ടോ, ഇഞ്ചി എന്ന് പറയാനാ. ഞാൻ പേടിപ്പിക്കല്ലേ. ഓ പറഞ്ഞു പറ സുരേന്ദ്ര. ഇഞ്ചി ഇഞ്ചി അങ്ങനെ ഫിഗർ ഓക്കെയാണ്. ഇനി സൗണ്ട് എന്തോരം വരുമെന്നെ നോക്കും. ഞാനിങ്ങനെ കുത്തി കുത്തി ചോദിച്ചതായി കടലിൽ എന്നോട് പറഞ്ഞതാണ്. സുരേന്ദ്ര ആ സൗണ്ട് നിർത്തണം. വിത്ത് ആക്ഷൻ. ബെറ്റി, നിന്റെ പിറന്നാളായിട്ട് പ്രശസ്ത കലാകാരൻ ചെറായി സുരേന്ദ്രന്റെ ഫിഗർ ഷോയിലൂടെ നടക്കാൻ മതി. ഒന്ന് പ്രോത്സാഹിക്കണം. സുരേന്ദ്ര പിള്ള സാറേ ഐഡിയ കൊള്ളാം. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. നിന്റെ തന്തയല്ല എന്റെ തന്ത. സാറേ ഇവനെന്തോ കുത്തി പറഞ്ഞ പോലെ ഇല്ലേന്ന്. ഒന്നും വേണ്ട, ചോദിച്ചു വാങ്ങിച്ചതാ. പക്ഷെ ഞാൻ പുള്ളിയാണെന്ന് പുല്ലൻ അങ്ങനെ മനസ്സിലായി. ഞാനും പറഞ്ഞു. ഇനി അടുത്ത കളി. അടുത്ത നരസിംഹാവാം. ഡയലോഗ് പറഞ്ഞിട്ട് ഒരു കളിയും ഏത് നായിന്റെ മോനെ ദിനേശ ഈ തന്തയൊക്കെ കാണിച്ചിട്ട് ഡയലോഗ് അടിക്കാൻ പോകും. അത് ഡയലോഗ് പറഞ്ഞിട്ട് ഒരു പരിപാടി വേണ്ട. വേണ്ടവരനുസരിച്ചു ചേട്ടൻ ഡാൻസ് കളിക്കോ? വെട്ടിനോട് ആരോട് ചോദിക്കുന്നത്? ഒരു നല്ല നർത്തകൻ നല്ല നടൻ കൂടിയായിരിക്കും. സോറി, നല്ല നടൻ നല്ല നർത്തകൻ കൂടിയായിരിക്കും. സുരേന്ദ്ര കളിച്ചാ ഞാൻ ചോദിച്ചാ നോക്കട്ടെ. കളിക്ക്. ഇതൊക്കെ പോലെ സാറേ എല്ലെങ്കിൽ എന്നെ ഒന്ന് പറഞ്ഞു വിട്ടൂടെ? കളിക്ക് ഞാൻ സമറി കാല് പിടിക്കാം. കലാകാരന്മാർ ആരുടെ കാല് പിടിക്കരുത്. നീ കാല് പിടിക്കൊന്നും വേണ്ട. ഒരു ഡാൻസ് കളിച്ച് നീ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിട്ടേക്കാം. പറയാം. പിന്നെന്ത് വേണം? അത് പോലെ. പക്ഷെ ഒരു കാര്യം, സ്റ്റെപ്പ് തെറ്റരുത്. ആടൻ വീഴൻ. നീ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രം ഞാൻ ഫിറ്റ് ആയതുകൊണ്ടല്ലേ എന്നെ വീട്ടിൽ കൊണ്ടുവന്നേ. അപ്പൊ ചേട്ടനിക്ക് പോണോന്നില്ലേ? ഇന്ന് എന്റെ പെരുന്നാളായിട്ട് മാത്രമുള്ള ഓഫറാണ്. വേണമെങ്കിൽ കളിച്ചോ. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞാൽ മൂട് മാറിയാലേ പിന്നെ ഓഫർ ഉണ്ടാവില്ല. നീ കളിക്കാൻ എനിക്ക് പണ്ട് വീട്ടിൽ പോകണതാണ്. മിമിക്രി നന്നായിട്ട് പറഞ്ഞപ്പോഴേക്കും അവന് ചാടി. അവൻ കഴിക്കില്ല. അല്ലെങ്കിലും ഈ വലിയ കലാകാരന്മാർക്ക് ഈഗോ ഭയങ്കര. നിന്നെക്കാട്ടി ജൂനിയറെ വന്നതാണ് തമിഴത്തിനും ചാടിയില്ലല്ലോ. പാട്ട് ഏതാന്ന് പറഞ്ഞതാണ്. നീ മിണ്ടണ്ട. ഇവരെ മുമ്പ് സ്റ്റാർ ആക്കിയത് ഞാൻ. എനിക്കതേ പറയാം. അല്ല സാറേ, പുള്ളിക്കാരൻ വേണമെന്നോ ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്താണ് ചോദിച്ചത്? എനിക്ക് ഡാൻസ് കളിക്കേണ്ട ഒരു ഭാഷമാണ്. എനിക്ക് പോകണം. ഞാൻ പെട്ടുപോയത് ആണ്. കുടിച്ചോണ്ടെങ്കിലാണ്. നമ്മളെ പോലെയുള്ളവർ കുടിച്ചാല് അതിനില്ല കുറ്റാണ്. നിങ്ങളത് കളിപ്പിക്കാനാണ് പറയാം. പക്ഷെ കളി എന്റെ കുഞ്ഞിനെ യാത്രയാക്കാൻ എനിക്ക് പോകണം. പാടേണ്ടത് പറസാണ്. ആ അതങ്ങനെ ശരിയാവാം. ഒരു ജിക്കുള്ള പറഞ്ഞുകൊണ്ട് സുരേന്ദ്രനെ റേറ്റ് അനുസരിച്ച് പിന്നെ ഒരു മുറി എന്ന് പറഞ്ഞാൽ അതൊക്കെ മാറ്റി പിടിക്കും സാറേ. ഇപ്പത്തെ ട്രെൻഡ് ഹിന്ദി തമിഴൊക്കെ അല്ലേ? നമുക്ക് കാവലയാക്കിയാലോ?
കുറഞ്ഞ കാര്യം എന്ത് പറഞ്ഞോ അത് മതി. കവാലി ജയിലല്ലേ ഇതല്ലേ കവാലി. നീ എവിടെ മോനൊക്കെ വിളിച്ചു വെച്ചില്ലേ? എന്താ അച്ഛനെ കൊണ്ടാടെ കുടിച്ചു നിൽക്കണ കണ്ടപ്പോ സാമാര് അച്ഛനെ കൊണ്ടുവിടാവുന്നതാ. മേഡം അവൻ ഒപ്പിടിച്ച് പറഞ്ഞിട്ട് ഇതൊക്കെ എന്താ സാറേ? എന്ത് ഇവിടെ നിങ്ങൾ കരാറുകൾ നടക്കാണ് നീ വന്നത് കൊള്ളാം. എന്റെ അച്ഛനെ കസ്റ്റഡിയിൽ എടുത്തിട്ടാണ് ഞാൻ ചോദിക്കില്ല. പക്ഷെ എന്റെ അച്ഛൻ ഇങ്ങനെ മുന്നില്ല. നിങ്ങൾക്ക് തമാശ കളിക്കും. നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നു. ഇവൻ സുരേന്ദ്രന്റെ മോൻ തന്നെ കേട്ടോ. ഞാനൊക്കെ അസലായിട്ട് അറിയാം. എന്റെ അച്ഛൻ തുണിയില്ലാതെ ഡാൻസ് കളിച്ചെങ്കിൽ ഒരു ഷെയ്മായി പോയല്ലടാ. ദന്തടിച്ച് പൂക്കുറ്റിയ റോഡ് കഴിഞ്ഞത് നിനക്ക് കുഴപ്പമില്ല. നീ പറയുന്ന ഔട്ട്ലെറ്റ് തുറന്നു വെച്ചത് കുടിക്കാനല്ലാതെ പിന്നെ കുളിക്കാനാണ് സാറേ. എന്റെ അച്ഛൻ കുടിച്ച ഏതറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. ഇനി എന്റെ അച്ഛൻ കുടിച്ച് കുഴപ്പമുണ്ടാക്കി ഒരാൾ തല്ലിക്കൊല്ലേ എന്ത് തന്നെ ചെയ്താലും ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾ റൈറ്റ്സ് തന്നാണ് ചോദ്യം. അവര് നമ്മളോട് പോകാൻ പറഞ്ഞില്ലേ? മറ്റൊതൊക്കെ പോട്ടടാ. എനിക്ക് അച്ഛനോട് വിഷം ഒരു ഷോന്ന് വേണ്ട. അച്ഛൻ പറഞ്ഞു പോകണോ? നിന്നെ അപ്പനെ കെട്ടിത്തൂക്കോ വേഗം ചെയ്യോ? ഉരുട്ടൊന്നും ചെയ്തില്ലല്ലോ. ഫ്രണ്ട്ലി ആയി ഒരു കേക്കൊക്കെ കൊടുത്ത് ഡാൻസ് ഒക്കെ കളിച്ചാ ഫ്രണ്ട്ലി ആയി നേരത്തിന്റെ അച്ഛനെ തുണിയിലാണെടുത്ത് ഡാൻസ് ലക്ഷ്യമില്ല സാറേ. നമ്മളില്ലേ എനിക്ക് അച്ഛനെ പോലെ വരുന്നില്ല. നീ കണ്ടാണോ? അതുക്കും മേലാശിയാവേ 8ാം ക്ലാസ് തോറ്റതിന്റെ എളിമ സുരേന്ദ്രനുണ്ട്. എന്തോ 4 അക്ഷരം പഠിച്ചതിന്റെ കുത്തിക്കഴപ്പ് ഇവനും. ജാതിയായുള്ള തൂത്താ പോവുകളോ. ആ കുത്തിക്കഴപ്പ് അങ്ങനെ കടപ്പുറത്ത് എടുത്താൽ മതി. ഇവിടെ നമ്മൾ വിവരം മനസ്സിലായല്ല. പഴയതാണ് ഇമ്മാതി ഉരുട്ടൊക്കെ കുറെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഇപ്പോഴും ഇമ്മാതി കുട്ടമ്പുള്ള പോലീസ് കളിക്കാൻ കേസ് കൊടുക്കും. അതേടാ ഞാൻ പിള്ള തന്നെ CI ശിവാനന്ദ പിള്ള. ഇതിന് മുണ്ടാതെ ഇതുപോലെ അടിമാറ്റി വന്നപ്പോ തൊട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. ഈ മൈക്കാനുകളും മര്യാദ കാര്യമില്ല. തന്തേനൊക്കെ ഇവൻ ഇവൻ ഇവിടെ ഇന്ത്യ തല്ലൊന്ന് പറഞ്ഞിടണം. സെക്ഷൻ 8 കേരള പോലീസ് ആക്ട് സാറ
നീ പോ. അവന് ജോലിന്റെ ആവശ്യത്തിൽ പോണ്ടതാ. ഒന്നില് ഒരുപാട് കഴിഞ്ഞിട്ട് കിട്ടിയതാ സാറ. പോയില്ലേല് ഇനി മിണ്ടിയാല് നീ വരുവാ. ഇവരിവിടെ കിടന്ന് എന്ത് കടന്ന് ഞാൻ പഠിച്ചാലും നാളെ ഞാൻ വരുന്നവരെ വിട്ടേക്കരുത്. വല്ല കാര്യം സാറ് പറഞ്ഞിട്ട് പോയി നീ കേട്ടില്ലേ? വെറുതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവന്റെ അഡ്രസ്സൊക്കെ തന്റെ തന്നെയല്ലേടോ? കണ്ണാപ്പ് മാത്രം മാറ്റിയാ പോരെ? എന്തേ തന്റെ സണ്ടല്ലേ? അല്ല താനെന്തിനാ നിക്കണേ? താമോക്കോ എന്തേ ഓടില്ലേ? അതെന്താ സാർ തന്നോട് പോവാൻ പറഞ്ഞതല്ലേ? എന്റെ കുഞ്ഞിനെ ഇതിനകത്ത് എത്തിച്ചിട്ട് അവന്റെ ഭാവി തെറിച്ചിട്ട് ഞാൻ എങ്ങോട്ട് പോവാതാ? വീട്ടിൽ പോയിട്ട് അവന്റെ ചേച്ചിയോട് മുത്തച്ഛനോട് ഞാൻ എന്ത് പറയാനാ? ഞാൻ ഇവിടെ ഇരിക്കും. ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ ഇവിടെ ഇരിക്കും. തട്ടിപ്പോയെന്ന് വിചാരിച്ചതാ. നേരം വെളുത്തു, എഴുന്നേക്ക്. മാഡം കൊച്ചിയിലിറക്കാൻ വന്നതാ. വക്കീലുണ്ട്. സാർ അന്തവയാണ്. വെയിറ്റ് ചെയ്തോളൂ. ലേഡീസിന് അവിടെ വെയിറ്റിംഗ് റൂം ഉണ്ട്, അങ്ങോട്ട് ഇരുന്നോളൂ. പിന്നെ ഇങ്ങനെ ഞങ്ങളാരോട് പിടിച്ചു വെച്ചതല്ല, അയാളുടെ സ്വന്തം ഇഷ്ടത്തിന് ഇരുന്നതാ. അച്ഛനെ വിദ്രവിച്ച ചിത്തോട്ടനെയോ? അവന്റെ ഇന്റർവ്യൂ അതിന് സെക്കൻഡ് ചാൻസ് ഉണ്ടാ. നമുക്ക് യോഗമില്ല. നമുക്കല്ലല്ലോ, അവനല്ലേ യോഗമില്ലുണ്ടായ ഇനി ആ കാരണം. ഈ കുറിയണ്ടോ? ഞാൻ പോയി വൈഫ് പോയിരുന്നു. അതെയാ ഇന്നലത്തെ ആ പയ്യന്റെ അവ പിന്നെ പല പൊടിയും കാണിച്ചു. ഇല്ല, സിസ്റ്ററാണോ? രാവിലെ ചായ വേണമെന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ നന്നായി. ഒരാളു നികുതി പേപ്പർ കൊണ്ടുവന്നു. എന്നെയും കൂട്ടിയാ വന്നു. ഇരിക്കും.
വക്കീലാണ്. വക്കീലാണ് മേഡം, ആ ചെറുക്കന്റെ ശാസ്ത്രീയ സ്വന്തം അപ്പൻ വിളിച്ചിട്ടും ആ ചെറുക്കിന് ഏനക്കേട് വരാത്ത രീതിയിൽ കരുതിയോടുകൂടി ആ ചാർജ് എഴുതിയിരിക്കുന്നു. എന്നിട്ടും പോലീസിന് വഴി കണ്ണും ചോദിക്കാത്തവരാണ്. ഈ കേസിൽ വക്കീലുകാരുടെ കാര്യമൊന്നുമില്ലായിരുന്നു. വേറെ വന്നാൽ കാര്യങ്ങൾ ചട്ടപ്പടിയോടെ നടക്കട്ടെ. ഇന്നലെ ഇവരോട് കാണിച്ച ബുക്കിലൊക്കെ വക്കീൽ അറിഞ്ഞാണെന്നല്ലേ? അറിഞ്ഞു. വലിയ വിഷമം തോന്നും. നിങ്ങളൊക്കെ ഇപ്പൊ മനുഷ്യത്വത്തോടെ പെരുമാറിയിരുന്നുവെങ്കിൽ ആ ചെറുപ്പക്കാരിലും നല്ല ഭാവി ഉണ്ടാകുമായിരുന്നു. ഈ പാവങ്ങളുടെ കുടുംബത്തിലും ആ തുറയിലും അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടാകുമായിരുന്നു. അത് ഞങ്ങളെ മനസ്സിലാക്കാം. KAS-ന്റെ എല്ലാ ടെസ്റ്റും നല്ല കൂടിയാ ആ കുട്ടി പാസ്സായി. ഇന്ന് കാലത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ പോസ്റ്റ് കൂടെ അത് പോയി. അതൊന്നും അവരോട് പറഞ്ഞില്ല മേഡം. അച്ഛൻ പറഞ്ഞോട്ടെ, ഇന്നലെ ഇവരോട് കാണിച്ച ഷോ ഒക്കെ വക്കീൽ അറിഞ്ഞാണല്ലോ അല്ലേ? ഞങ്ങളായോണ്ട് ആ പോട്ടെ. വോട്ട് അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ലേ? എന്താ വക്കീലുകളുടെ പുതിയ വക്കാലത്ത് ഏറ്റെടുക്കാൻ വന്നാണോ? പോലീസിനെ എടുത്താൽ നിൽക്കുന്ന കേസ് തന്നെയാ. പക്ഷെ ഈ പാവങ്ങൾ അവരും നിൽക്കത്തില്ല. കേസ് നടത്താൻ ഇവരുടെ കയ്യിൽ കാശും കാണത്തില്ല. പിന്നെ ഞാൻ ജയറിന്റെ ഒരു വക്കീലുമല്ല. പ്രായത്തൊക്കെ ആയെങ്കിലും കരിയറിലെ ലൂസർ. ഇവരെയൊക്കെ പോലെ തന്നെ ഞാൻ ചിന്തിക്കുന്നത് അതല്ല. ഈ സുരേന്ദ്രനെ സാറിന്റെ അസമയത്ത് കണ്ടുപോട്ടാണ് പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം അല്ലേ? ചുമ്മാ കാണുമ്പോഴെ കോലം എന്താണെന്ന് ചോദിച്ചു നോക്കേ. കോലം സാറേ, ഞാനും ഇവരുടെ കിടപ്പുറം ശരി തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ വന്നപ്പോ സാറിന് എന്നെ അറിയില്ല, ഞാനൊരു വക്കീലാണെന്നും അറിയില്ല. എന്നിട്ടും സാറിനോട് ഇരിക്കാൻ പറഞ്ഞു. അതെന്തുണ്ട്? എന്റെ അടുക്ക് തെച്ച കുപ്പായം, പാൻസ്, സിറ്റിസൺ വാച്ച്, കണ്ണട, ജനിനി ലെതർ ബാഗ്, ഒരാളിന് എന്റെ വെളുത്ത നിറവും. അപ്പൊ ഇതിനൊക്കെ ഒരു രാഷ്ട്രീയമുണ്ട് അല്ലേ? ഈ കാഴ്ചപ്പാടിനെ റേസിസത്തിന്റെ ഒരു ബന്ധുലി എന്ന് പറയാം അല്ലേ? വക്കീലിപ്പോ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, പറഞ്ഞു പോകുന്നതാ. താണ്ടെ ഒരു ചിത്രം, അർദ്ധനഗ്നനായ പക്ഷി. ആ ഫോട്ടോ ചുരുങ്ങിയ പക്ഷം ഒരു കാര്യം ഇതിൽ നമ്മളെ പഠിപ്പിക്കും. വസ്തുനിൽ ഇദ്ദേഹത്തെ വില കുറച്ച് കണ്ടവരൊക്കെ പിന്നീട് മൂന്നിൽ പോയിട്ടുണ്ടോ? എഴുതി തുടങ്ങണം എന്നെനിക്കറിയില്ല. പക്ഷെ എഴുതാതിരുന്നാൽ എന്തിനു ഞാൻ എന്നൊരു ചോദ്യം പലരെ അസ്വസ്ഥതപ്പെടുത്തും.
ജീവിതത്തെ വലിയ രീതിയിൽ അടയാളപ്പെടുത്താൻ ആഗ്രഹിച്ച് ഒടുവിൽ ആത്മഹത്യയെക്കുറിപ്പിൽ എല്ലാം അവസാനിപ്പിച്ച് മുടങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഞാനും അവസാനിക്കുകയാണ്. ഏതൊരു മകനെ പോലെ എന്റെ അച്ഛനും എനിക്കൊരു ഹീറോ ആയിരുന്നു. പക്ഷേ ഉറക്കെ സംസാരിക്കാൻ, ചോദ്യം ചെയ്യാൻ അതിനൊന്നും അവകാശമില്ലാത്ത ക്രിമികളാണ് നമ്മൾ വച്ചു മുന്നിൽ ഒറ്റ തല്ലിൽ ആ ഉദ്യോഗസ്ഥൻ എന്നെ ബോധ്യപ്പെടുത്തി. കടൽ എന്തിനാണ് ഇങ്ങനെ കരുതുന്നതെന്ന് ഞാൻ ഓർത്തിട്ടുണ്ട്. ഒച്ചയടക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ് കടൽ കരയുന്നത്. അച്ഛനും അച്ഛനും തിരിച്ചു എന്നോട് പൊക്കണം. എല്ലാവരും മറത്തത് ഞാൻ ഇവിടെ നല്ല പിന്നെയായിട്ട് വേണ്ടി കാണുന്നു. ഞാനൊരു വിജയിപ്പിച്ചു പോയി എന്നതൊക്കെ നേരാ. പക്ഷേ അതില്ലെങ്കിലും ആശാത്തിന്റെ അഹങ്കാരത്തിനൊന്നും ഒരു കുറവും വരില്ല. നീ പറഞ്ഞു അഹങ്കാരം ഇല്ലെങ്കിൽ ആ വഴിയിൽ നമ്മളേക്ക് കോടതി കോട കൊടുക്കും. എതിരെ വരുന്നതേ പുറങ്കാലം തടിച്ച് കെടുപ്പിച്ച് ജീവിക്കാനുള്ള അഹങ്കാരം വേണം. ഞാനൊക്കെ ചത്താലും അഹങ്കാരത്തോട് മലർന്നേ കിടക്കും. അല്ലാതെ നിന്റെ വന്നേ പോലെയല്ല. ശരിയാ, ഞാനൊരു കൊള്ളരുതാവുന്ന എന്റെ കുഞ്ഞ്, എന്റെ കുട്ടി നാളെ കേടുകൊണ്ട് പോയി ചാകേണ്ടത് ഞാനായിരുന്നു. ഇനി തുടർന്ന് അടിച്ചിന്റെ പല്ലിയ താഴ്ത്തി ചാകലെന്നോ മുന്തിയ പരിപാടിയാണെന്ന് കണ്ടു വെച്ചേക്കോ തീട്ട വയറം മാറി. ഞാനൊരു കൊളനാഥനാണ്, എനിക്കൊന്നും വയ്യായ എന്നും പറഞ്ഞ തലക്ക് കയ്യും പെട്ടെന്ന് ഇരുന്നാ മതിയല്ലോ. ഇനിയൊന്നും നോക്കണ്ടല്ലോ. എടാ എന്നും ഈ നാടകത്തിന്റെ കൂടെ പോയി അന്നു മുതൽ ഞാണത്തം പോയി. നന്മയുള്ള ജീവിതം, സ്നേഹത്തിന്റെ ആകാശം, സ്വപ്നങ്ങൾ നോക്കുന്ന നേരം, കടൽ ശാന്തമാണ്. ഈ മാതിരി ഓരോ നാടകത്തിന്റെ കൂടെ പോയി ഊശിലും പോയി നടക്കിന്. ഈ ചെറുക്കനെ അവൻ വെറുതെ അടിച്ചപ്പോ അവന്റെ മോന്ത് തന്നെ പൊളിക്കണമായിരുന്നു. അന്നേരം എന്തെങ്കിലും സംഭവിക്കുമ്പോ ദൈവമേ എന്ന് ഓർത്ത് കുന്തിച്ചിരുന്നാലി ഇതല്ല ഇതിനും വലിയ അപകടം ഉണ്ടാവും. ആരും മതപ്പെട്ടി വന്നാല് ചവിട്ടി കൊല്ലത്തേ ഉള്ളൂ, രോഗമൊന്നും ഒഴിക്കത്തില്ല. എല്ലാ മനുഷ്യർക്കും ഒരു ദിവസം മരണം വരും.
അത് ഭയങ്കര ജീവിക്കാൻ കാരണമല്ല. മോഡലാക്കി ഇന്ന് ഭയങ്കര ചിലപ്പോൾ നമ്മളെ കൊല്ലും, സദൻ തകർത്ത് തരിപ്പണാക്കും. പക്ഷെ അവന്റെ മുന്നിൽ നെഞ്ചു പിടിച്ച് കൈ കിട്ടി എല്ലാം നീങ്ങുമ്പോ ഒരത്തണെന്ന് പറഞ്ഞ് നിന്നല്ലോ. അവൻ ലക്ഷം വരക്കുന്ന ഹിറ്റ്ലറാണെങ്കിൽ പോലും അര നിമിഷം പകരും. ആ നിമിഷത്തിനുള്ളിൽ അവന്റെ പണ്ട തോന്നിയെടുത്ത് താഴേക്ക് ഹിറ്റ്ലർ വണ്ടി പിടിച്ചിട്ട് വരണം. എവിടെ ഞാനിതാരോടാ പറയുന്നത്? സ്നേഹത്തിന്റെ ചുരുതാപ്പിൽ മോഹത്തിന്റെ ചെറുകിടത്തി നാഴികിട്ടൻ ലക്ഷ്യമില്ലാതെ അങ്ങനെയല്ല. എന്നോ അങ്ങനെയല്ല, എങ്ങനെയെല്ലാം അങ്ങനെ എങ്ങനെ നാടകക്കാരൻ നല്ല നട്ടലുണ്ട്. ഓരോ നാടകത്തിലും മുളയിൽ വലിയ കയറി പ്ലെയിൻ കെട്ടുന്ന തെറ്റുകെട്ട് കാരണം നല്ല കയ്യൊറപ്പുണ്ട്, നല്ല നെഞ്ചുറപ്പുണ്ട്. മതം പൊട്ടി കരുന്ന ആന ചവിട്ടി കൊല്ലത്തേയുള്ളൂ, രോമൊന്നും പരിക്കത്തില്ല. ഈ അച്ഛനോട് പൊറുക്കണമോനെ? ഈ അച്ഛനോട് പൊറുക്കണമോനെ? അമ്മ എന്തിനാ ചോദിച്ചു? പിന്നെ പതിവില്ലാതെ നീ എന്നെ കൂട്ടാൻ ഉത്സാഹിക്കുന്നത് ഞാനെന്തോ ദുരുദ്ദേശം മണക്കുന്നുണ്ട്. അച്ഛന്റെ മുന്നിൽ അല്ല, അച്ഛൻ നിർദ്ദേശം കൊടുത്ത് കണ്ടുപിടിച്ചത്. അച്ഛാ, 2 വട്ടം ഞാൻ നീറ്റ് എക്സാമിൽ പൊട്ടിയില്ല. ഇപ്രാവശ്യം തോറ്റ എന്നെ കെട്ടിച്ചു. ആ സാമ്പാർ കൂട്ടി ഇടയിൽ നേരിച്ച് കുഴച്ചെന്ന് തിന്നേ. ഞാൻ മാട്രിമോണിയിൽ വെറുതെ ഒന്ന് പേര് രജിസ്റ്റർ ഉള്ളൂ. എന്തോരം പ്രൊപ്പോസലാ വരുന്നറിയോ? ഇന്നാണ് ഇത്രമാത്രം പെണ്ണിട്ട് ചെക്കന്മാരുള്ളത്. എനിക്ക് ഇപ്പഴാ മനസ്സിലായിട്ട്. അച്ഛാ, ആർക്കെങ്കിലും കെട്ടിച്ച് വീടേ. അച്ഛനുണ്ടാവില്ലേ ഒരു മുത്തച്ഛനാണെന്ന് ആഗ്രഹമൊക്കെ? ഉണ്ട്, അച്ഛൻ പറയാത്തതാ. അല്ലേലും എല്ലാ ആഗ്രഹങ്ങളും മനസ്സിൽ ഒതുക്കത്തല്ലേ ഉള്ളൂ. തുറന്നു പറയില്ലല്ലോ, മറ്റുള്ളവർക്ക് വിഷമാവെന്ന് കരുതി. കുറച്ചുകൂടി സാമ്പാർ ഇഡലി കാർബോഹൈഡ്രേറ്റ് അല്ലേ? കറി ഇച്ചിട്ട് അധികം കഴിച്ചാലും കുഴപ്പമില്ല, നല്ലതാ. ഈ അച്ഛന് ഒരുപാട് കുട്ടല്ലേ മോളെ. നിന്നേക്കാൾ വലിയ പെരിങ്കണികളെ കളമാരി ദിവസേന കാണുന്നതാണ് ഞാൻ. നിനക്കെന്താ ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇത്ര വെപ്രാളം? കല്യാണം കഴിക്കുന്നത് ആഗ്രഹിച്ചിട്ട് നല്ല ഇപ്പൊ പഠിപ്പൊന്ന് അവസാനിച്ചിട്ടല്ലോ. LKG തൊട്ട് തുടങ്ങിയ മരണത്തിന് വയസ്സ് 23 ഒരവസരം 2 വട്ടം ഞാൻ ഈ സമയത്ത് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിലും അച്ഛൻ പഠിക്കണ്ടേ? ഒന്നുമില്ല, അച്ഛന്റെ മോളല്ലേ ഞാൻ. അപ്പൊ എനിക്ക് എന്തോരം ബുദ്ധിയുണ്ടെന്ന് അച്ഛന് ചോദിച്ചൂടെ? എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നീ കാണിക്കുന്ന പാവി ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ നീറ്റ് മെഡിസിൻ അഡ്മിഷൻ വാങ്ങിച്ചത്. ഏതായാലും കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങിത്തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ നീ പഠിച്ചിട്ട് റാങ്ക് കിട്ടുന്നു മെഡിസിൻ കാണും, അല്ലെങ്കിൽ PG കംപ്ലീറ്റ് ചെയ്ത് ഏതൊക്കെ നല്ല സർക്കാർ സർവീസിലാണ്. അത് കഴിഞ്ഞ് മതി കല്യാണം. മോൾ മാട്രിമോണിയുടെ രജിസ്ട്രേഷൻ ഇല്ലേ, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് നീതിന്റെ കാര്യം സീനാക്ക. പിന്നെ സർക്കാർ സർവീസിലിരിക്കുമ്പോ അച്ഛൻ തട്ടിപ്പോയാ എനക്കാ ജോലി. കുറച്ചുകൂടി സാമർക്കട്ടെ. നിന്നെ പോലെ മോളത്തുണ്ട ബുദ്ധി തേടി മോളെ. നല്ല ബുദ്ധി മടിച്ചു പോയി ഞങ്ങളെ വെച്ച് സാമാനം നിങ്ങളെ കൊണ്ട് ഇത്രയും ജീവിച്ചില്ലേ? ഉണ്ണെ കേൾക്കുമ്പോ പൊട്ടി വേണ്ടത് പറ്റുന്നല്ലേ പറയാറ്. ചട്നി അമ്മക്ക് ഉണ്ടാക്കടാ, കഴിച്ചോ? നീ എന്നെ കൊല്ലാനായിട്ടുണ്ടായതാണ്. നിന്റെ മോക്കിപ്പോ പഠിക്കണ്ട, കല്യാണം കഴിച്ചാൽ മതി. അത് നിങ്ങൾ ഇപ്പോഴാണ് കേൾക്കണേ. ഏത് നേരം ഇതും പറഞ്ഞുകൊണ്ടല്ലേ എന്റെ പിന്നാലെ നടക്കണേ. അച്ഛനൊക്കെ പറഞ്ഞ് വളരെ സീരിയസ് ആയി. ഇനിയുള്ള കാലം നല്ലൊരു കരിയർ ഉണ്ടാക്കും.
ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകാതെ പെൺകുട്ടികൾക്ക് എവിടെ ഒരു വില ഉണ്ടാവും. അച്ഛനൊക്കെ നല്ല സ്ത്രീധരം തന്നാ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവില്ലേ? എന്റെ അച്ഛാ ഒന്ന് പദ്ധതി കൂടെ ചിന്തിക്കും. എനിക്ക് ബുദ്ധി ഞാൻ പഠിക്കാൻ എത്ര പരീക്ഷ എഴുതിയാലും ഞാൻ തോന്നും. എന്നെ പഠിപ്പിക്കാൻ ചെലവുള്ള കാശ് വല്ല പാവങ്ങൾക്ക് കൊടുക്കും. ഇല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നവരുടെ ചെക്കന്മാർക്ക് കെട്ടിച്ചോടും. ഇത് വെറുതെ പണ്ട് ആനന്ദ പറഞ്ഞ പോലെ. ഇതിന്റെ വളരെ വിളിച്ചോണ്ട് പോയെ പ്രൊഫഷണൽ ഫാമിലി തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ടത് കരുതിയാ ഞാൻ കുടുംബത്തിൽ തെറി പറയാറ്. ഞാൻ നോക്കാം. അല്ലേലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കുടുംബിനെ ജീവിക്കാനാ എനിക്കിഷ്ടം. ഏത് നേരത്താണ് ഇതിനെ പറ്റത്? മത്തം കുത്തിയ കുമ്പളം മുളക്കോ? പിള്ള സാറിന് വീടില്ലേ? അതേലോ, അച്ഛനുണ്ട്. വരൂ. മോളാ? ഒറ്റ മോളാ. മതിലോ പഠിക്ക? ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. CSE ഫൈനൽ ഒപ്പം നീറ്റും. മിടുക്കി, നന്നായി പഠിക്കണട്ടാ. ദേ അത് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു വിടുവേ. പിള്ള സാർ എന്ത് സഹായിച്ചാ ചോദിച്ചോളൂ. നീ എന്താണ് ഇവിടെ? ഒന്നുമില്ലടാ. നീ കഴിക്കാന് കേറ്റിക്കോ, ഞാനിരുന്നോളാ. എന്താടാ കാണിക്കാൻ വേണ്ട. നിനക്കാറ് തെറ്റില്ല. നിനക്കാണ് തെറ്റത്. രാജേന്ദ്രൻ നല്ല പൊട്ട, സുരേന്ദ്രൻ മാടൻ, ചെറായി, കടപ്പി. നിനക്കല്ല ഡാൻസ് കാണുന്നത്. നമുക്ക് ആ കവാല കളിച്ച് പൊളിച്ചാലോ? പഴയ പോലല്ലടാ, ഞാനിപ്പോ ഭയങ്കര ഫ്ലെക്സിബിളാ. അടിച്ചെന്നെ പൊളിച്ചാലോ? എന്തിനാത്? അവരാട് നിൽക്കട്ടെ. ശരിക്കും കുടുംബ സദസ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീയുടെ കുടുംബത്തെ തൊട്ടല്ല കളിച്ചേ. നിനക്ക് കിട്ടിയിടത്തോളം തൃപ്തിയായിരുന്നടാ. പക്ഷെ ഞാൻ നിനക്ക് തിരിച്ചു തന്നില്ലല്ല. നീ ഒരിക്കലും മനസ്സ് നിറഞ്ഞ് എന്റെ ചെക്കൻ കണ്ടിച്ചാണ് മോൻ. ശിവട്ടാ ഇതെന്തൊക്കെയാ ഇവൻ ആ ചെറായി കിടപ്പുറത്ത് ഊളെ. പിന്നെ ഞാൻ കള്ളം കുടിച്ച് ഓഫാക്കിടുന്ന ഇവനെ നൈറ്റ് പെട്രോൾ സമയത്ത് ഞങ്ങളൊന്ന് പൊക്കി അതിന്റെ ചൊരുക്കവിടെ കാണിക്കുന്നത്. മര്യാദക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോയിക്കോ. ഒരു സിയുടെ വീട്ടിൽ നിന്ന് ഇമാതിരി തമ്മാട്ടം കാണിച്ചാലേ പൊന്നു മോനെ അന്നത്തെ പോലെ ആവില്ല. ഇത് വകുപ്പ് വേറെയാ. അകത്ത് അഴിയെ പോകുന്നേ നല്ല അഴിയിട്ടു. സ്വയം കുത്തി ചാവണം അതോ വല്ലവന്റെയും കൈകൊണ്ട് ചാവണം കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ഒരുത്തനാ. പേടിപ്പിക്കാൻ നോക്കണടാ. അതിന് രണ്ട് സൈഡ്. എന്റെ കുടുംബത്തിൽ നടന്ന ദുരന്തങ്ങൾക്ക് മരുന്നും ഇനി എന്റെ ജീവിതത്തിൽ വരാനില്ലടാ. അഭിമാനം അതുണ്ടല്ല. കാക്കിട്ടോനും കൈതീട്ടോനും കൂട്ടിട്ട പ്രാമാണിക്കും ഒരുപോലാണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കുന്നു. നാണം കെട്ടി തല മണ്ണ് കുത്തിപ്പോയത് എന്തൊക്കെ ചെയ്യും ഈ കാണാൻ കിടക്കുന്ന ശിവാനന്ദ. ഞാൻ പേടിച്ചടാ. എന്താ എന്റെ കൈയിട്ട് വർക്ക് താന്നിട്ട് ഞാൻ പേടിച്ചു. നാണി ഒരു പാവം തന്നിട്ട് അകത്തേക്ക് വേദനത്തിനാ ഞാൻ പോലീസിനെ വിളിക്കേ. ഓൾറെഡി പക്കത്തിലൊരു പോലീസ് ഇവിടെ നിൽക്കുമ്പോ വേറെ പോലീസിനെ വിളിക്കാന്ന് പറഞ്ഞു അവനെ നാട്ടിക്കല്ലേടി മോളോ. നീ എന്താ കേസ് എടുക്കണം ശിവാനന്ദ? അച്യുതൻ വക്കീലിന് ശിക്ഷപ്പെട്ട് ഞാൻ ശരിക്കും നിയമങ്ങൾ പഠിച്ചു. IPC 441, IPC 445, IPC 459 ഭവനവേദന. ഈ വകുപ്പുകളൊക്കെ വെച്ച് നീ എന്നെ കൂട്ടാനുള്ള എല്ലാ വഴിയും നോക്കുമെന്ന് മൂപ്പരെന്നോട് പറഞ്ഞു. എന്നെ ഇറക്കാനുള്ള വഴിയും മൂപ്പരെ നോക്കി. അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങ എന്റെ ശിവാനന്ദ.
നീ വീറെന്ന് പറഞ്ഞ് ഉറുമ്പിനെ കടിച്ചില്ല. അത് കടിച്ചാലേ ആട്ടിയാലും തട്ടിയാലും ഒന്നും കട്ടി കിട്ടത്തില്ല. അതിനെ കൊല്ലണം. കൊന്നാലും അതിന്റെ കൊമ്പ് വീട്ടിൽ അവിട്ട കട്ടക്കും കടിച്ചെടുത്തേ. അതുപോലെ ഞാൻ കടി വീണേ നീ എന്നെ കൊല്ലണ ശിവാനന്ദ, അല്ലെങ്കിൽ നീ ഒരുപാട് നീരും കടിക്കടാ. നിന്റെ മുന്നിൽ നിൽക്കില്ല ഞാൻ. അയ്യോ, ഞാൻ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തിട്ട് പോകാമെന്നതാ. ഒട്ടും പ്രിപ്പയർഡ് അല്ല. അപ്പൊ നിനക്ക് ഇന്നെ ഡാൻസ് വേണ്ടാത്ത സ്ഥിതിക്ക് നമുക്ക് മിമിക്രി ആയാലോ? നിനക്ക് മോഹൻലാലിന്റെ പറ്റും. എന്നാ പിന്നെ മോഹൻലാൽ ആയിക്കോട്ടെ. എന്തേ? മയിൽ വാഹനം നാം തലയല്ലടാ, തലയെടുക്കാണ്. ശരിക്കും നന്നായ മോളെ എന്നാ കയ്യടി അങ്ങനെ. അപ്പൊ നമ്മളെ പറഞ്ഞ ഇല്ലടി കൊച്ച. താങ്ക് യു. അപ്പൊ ശിവാനന്ദ, എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ടും നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു പ്രേക്ഷകരായി നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നീ എന്റെ പിറകെ തന്നെ അടുത്ത ജനനം കിട്ടപ്പണിയുമായി വരുമെന്ന് ഉറപ്പിച്ചുകൊണ്ടും തൽക്കാലം ഈ ഷോ ഇവിടെ അവസാനം. നന്ദി. ശിവേട്ടാ, ഇതിന്റെ മുന്നും പിന്നെ നിനക്കറിഞ്ഞൂടാ. പക്ഷേ കണ്ടിടത്തോളം ഞാൻ പറയാം, ശിവേട്ടനയാളുടെ പിറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നുമില്ലാത്തൊരുത്തന്റെ ഒടുക്കത്തെ ധൈര്യമുണ്ടായാൽ അയാൾ എന്തും ചെയ്യും. കുടുംബത്തിൽ വെച്ചൊരു വയലൻസ് ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ അനങ്ങാതിരുന്നത്. പിന്നെ ഒരു 7-ാം കൂടി വന്ന് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തി പറഞ്ഞ് കേസെടുത്താല് അതിൽപ്പര നാണക്കേട് വേറെയില്ല. അവൻ ഇവിടെ വന്ന് കുറെ കൊരച്ചില്ല. ഇനി അവൻ ചോദിച്ചേ, ഇതിനൊന്നും നിൽക്കുന്ന കേട്ടാ. നീ ഒരുപാട് പണിപ്പെടേണ്ടി വരും. അവൻ പോലീസ് പുല്ലുവരെയാ. നാളെ എല്ലാം മറ്റോ പറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മളൊക്കെ ശിവാനന്ദന് വയ്യാത്ത പിത്തളകി തോന്നണേ. തന്നോട് കീഴടങ്ങി മിണ്ടാതിരിക്കണ. ഞാൻ മിണ്ടാതിരിക്കണേ. ഞാൻ നിന്നെയാണ്ടിരിക്കണ ശിവാനന്ദ. കേട്ടില്ലേ? ആ നായകനെ കേട്ടില്ലേ? അവൻ പറഞ്ഞ നേരാ സാർ, ഇതൊരു കൂട്ടം നമ്മൾ വിടുന്നു. അല്ലെങ്കിൽ സാറിന്റെ പേരിൽ ചാർജ് എഴുതി അറസ്റ്റിന് രേഖപ്പെടുത്തും. അല്ലെങ്കിൽ ഞാനൊക്കെ കൊടുക്കും. GD ഇൻചാർജ് ഞാനാ. ഇതിന്റെ സാറേ, സാറിന്റെ കൂടി കാര്യം ആലോചിച്ചാൽ ഞാൻ പറയുന്നത്. ഈ വൃത്തിയായിട്ടവൻ എന്തോ കണക്കൂട്ടിട്ടുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം.
സാറേ അതൊക്കെ വെച്ച് Prevention of Atrocities Act Section 3. ആത്മഹത്യാ പ്രേരണ 307. ആരോടൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്? ആ വട്ടം അച്ഛനും നോക്കി ആരാണെന്ന് സാറേ ആരാണെങ്കിലും അവന് വ്യക്തമായ പ്ലാനുണ്ട്. സാറൊന്നും നിന്റെ തല വെച്ച് കൊടുക്കല്ലേ. തനിക്ക് വേഗത്താ പോസിയാവേ. ഇവൻ എന്ത് വലിയ പ്ലാൻ ഉണ്ടെങ്കിലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. അല്ലാതെ ഇവനെ പോലെ അഴിക്കണം ഞാൻ തോക്കൂല. ആരുടെ ചോരയുടെ ഗുണം ചോരക്കത്ര ഗുണ്ടായിട്ടും ഭയങ്കര കട്ടപ്പാണല്ല സാറേ. ആ ഷുഗറും കൊളസ്ട്രോളും ചിക്കുന്നത് നല്ലതാ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇവനെ പുറത്തേക്ക് വരുന്നത് സാറേ നമ്മളിവരെ കൊണ്ട് മിമിക്രി ഡാൻസ് ഒക്കെ കളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സാർ ഇപ്പൊ കളിക്കണം കൈവിട്ട കളി. ഇത് നമ്മുടെ പോലീസുകാരൊക്കെ മാനക്കാണ്. എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ചെയ്തോ അവസാനം കളി വരുമ്പോ സാറിനെ വായിക്കോളൂ. ഓ വാങ്ങിക്കോളാം. ഞാൻ പോണം. ആ സാറിനൊക്കെ ചെയ്യും. ഞാൻ പോണം. ഞാൻ വാങ്ങിക്കോളാം. ശിവാനന്ദ അയാള് പറയുന്നത് കേട്ട് നീ പേടിക്കുന്നു വേണ്ട. നീ എന്റെ പേര് കേസ് എടുക്കാതെടുത്തോളം കാലം ഞാൻ നിന്റെ പേരിൽ കേസ് കൊടുക്കൂല. പക്ഷെ നിനക്ക് പണി വരും. അതിനൊരു താക്കൂല. നീ എന്നെ നകത്തിട്ട് തീർത്താലും എനിക്ക് പണി കിട്ടും ശിവാനന്ദ. ആരും വേണ്ട. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരിടത്ത് വെച്ച് 80 കഴിഞ്ഞ് അച്ഛൻ തീർക്കുന്നില്ല. അല്ലെങ്കിൽ 5 അതിനെ മീൻ പട്ടണ തൊറിക്കത്തി കൊണ്ട് എന്റെ മോള് വന്ന് നിന്റെ പണ്ടം കൂടും. മനസമാധാനത്തോടെ 1 കിലോ തക്കാളി വന്നാൽ പോലും നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. ആരാണ് ചോദിക്കാൻ പത്തിനെ കൊല്ലാനാണ് യൂണിഫോം കയറിട്ട് അങ്ങനെ നിന്നേക്കാൾ മുറ്റി എത്ര അവന്മാരെ കണ്ടിട്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. അത് ആലോചിച്ചാല് പിന്നെ മാക്സിമം ചെയ്യാൻ പറ്റത് എന്നെ കൊല്ലണം. അതുകൊണ്ട് എനിക്ക് പേടിയില്ല. എനിക്കാരും എന്റെ പേടി എന്റെ കുഞ്ഞുപോയി ചാടാനെടുത്ത തീരുമാനമുണ്ടല്ല. കടലിൽ നിന്ന് കോഴിയെടുത്ത് കൊണ്ടുവരണത് കണ്ടു നിന്നാൽ നിമിഷമല്ല. അതിനപ്പുറം കാര്യങ്ങളാ എനിക്ക് മരണം. എന്റെ ഭാര്യയൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. വിശ്വസിക്കാൻ നിനക്കു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരാളെ ലോകത്തുള്ളൂ. അത് ഞാനാണ്. നിന്നെ കടിച്ച നീറ്റുള്ള ശിവാനന്ദാണ്. നീ എന്നെ കൊല്ലാതെ നിന്നെ കിട്ടത്തില്ല. ഇത്രയും സമയം ഇവിടെയുള്ള ചോട്ടെ അവിടെ ചവിട്ടിട്ട് എന്താ ഇവിടെ ആ ടോയ്ലറ്റ് പോയി വായ മുഖം കഴുകി പോ.
നീ എന്നെ വെറുതെ വിടണം. പക്ഷെ ഞാൻ നിന്നെ വിടത്തില്ല കേട്ടോ. സുരേന്ദ്ര, ഇനി എന്റെ കളിക്ക് ഫസ്റ്റ് ബെല്ലില്ല, അനൗൺസ്മെന്റ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കളി തീരുമ്പോ നീ ഉണ്ടാവില്ല. എന്റെ കളിക്ക് ആദ്യ അവസാനം നീ ഉണ്ടാവും. കളി തീരുമ്പോ ഞാൻ വീഴും, നീ ഉണ്ടാവും. പക്ഷെ എന്റെ കളിക്ക് ഇന്റർവെൽ ഉണ്ടാവില്ല. മഹാദേവ അമ്മേ നാരായണ വിവരവസ. മോനെ ഒരു ചായ, മധുരം വേണ്ട, പ്രമേഹത്തിന്റെ അസ്ഥിരല്ലേ? കുട്ടി കേട്ടില്ലാന്നുണ്ടോ? ഇവിടെ ഒരു ചായ കിട്ടോ? ഓ കേട്ട ലക്ഷണമേ ഇല്ലല്ലോ. ഓ ഇവിടെ ചായ 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 ചായ. ഇവിടെ ടേബിളിലേക്ക് സർവീസ് ഇല്ല, സെൽഫാ. നമ്മളെന്നെ ചെന്ന് വായിക്കോ. ആണോ? ശിവ ശിവ, വയസ്സന്മാരെ കഷ്ടത്തിലാക്കാനുള്ള ഓരോ പരിഷ്കാരങ്ങളെ നീ ഇപ്പൊ എന്താ ചെയ്യാം? ആ പോയങ്ങനെ ഇറന്ന് വാങ്ങുവല്ലേ? അതിപ്പോ എഴുന്നേറ്റോ വിചാരിച്ചു. ആ മുട്ട് അപ്പൂപ്പനിരുന്നോ, ഞാൻ ചെന്ന് വാങ്ങിയിട്ട് വരാം. വിത്തോട്ടില്ലേ? അത് കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. കാശ് കൊണ്ടുപോയിക്കോളൂ, വെറുതെ വേണ്ട. മായാവി അത് തന്നെ എങ്ങനെയും കുപ്പിയിലാക്കി ആ ഇടറോഡിലുള്ള എസ്പിയിലേക്ക് കൊണ്ടുവരിക. അവിടെ അച്യുതൻ ഭക്തിന്റെ ഒമിനിയിൽ ഞാനും പത്രത്തിൽ ഉണ്ടാവും. ഇത്രയൊന്നും കഷ്ടപ്പാടിന്റെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. ഇത്തിരി വിടാൻ ചായ അങ്ങോട്ട് കലക്കി കൊടുക്കായിരുന്നു. ഓവറാക്കല്ലേ മുത്തു, മായാവിയല്ല, മായാവിയുടെ വട്ടിയാണ് നമുക്ക് ആവശ്യം. ആ പിന്നെ കുറച്ചുകൂടി ആദ്യത്താവട്ട. ആദ്യത്തെ ഇല്ലെന്നോ കൂട്ടണമെന്നോ? ഓ ശിവ ശിവ, നാരായണം നാരായണം. ആദ്യത്തും അല്ലാതെ നിത്ത നാടകത്തിലെ നാരദനോകാനല്ല പറഞ്ഞത്. നമുക്കൊക്കെ മനസ്സിലായി. കൂടുതൽ എങ്ങനെ വിശദീകരിക്കണം എന്നില്ല.
കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ടായല്ലേ? ചൂടുണ്ടേ ഇവിടെ ആക്കാം. ദാ, ബാക്കി പൈസ. ബാക്കി കൂട്ടി വെച്ചോ, മുട്ടായി വാങ്ങാലോ. അയ്യോ വേണ്ട. വേണമെങ്കിൽ വേണ്ട. എന്താ സുന്ദരിക്കുട്ടിയുടെ പേര്? അച്ചു. അപ്പോ മുഴുവൻ പേര് അച്ഛനായിരിക്കില്ലേ? അയ്യോ അല്ല, അച്ചുനേ ഉള്ളൂ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടേ ഇതെന്താ ഇങ്ങനൊരു പേര്. അച്ഛൻ ഷോർട്ടാക്കിയതാണോ നോക്കി? അച്ചുട്ടി ക്ഷമിക്കോട്ടോ, വാത്സല്യം കൊണ്ടാണ്. എന്താ അച്ചുട്ടി ചെയ്യണത്? അതുകൊണ്ടോ? ഒപ്പം മെഡിക്കൽ എൻട്രൻസ് കിട്ടോ നോക്കണേ. അതിപ്പോ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ കിട്ടുമല്ലോ. ഇന്നത്തെ എക്സാമാ ഉച്ചക്ക് 2 മണിക്ക്. സമയം 11:30 ആയിരുന്നു. നേരത്തെ അങ്ങനെ കൊടുക്കണമെന്ന് വിചാരിച്ചല്ലേ? പിന്നെ അതിന്റെ ഒരു ടെൻഷൻ വേണ്ടല്ലോ. ഒരു ഫ്രണ്ട് വരും, ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്ത് പോകാൻ കഴിയില്ല. ഇവിടെ അടുത്ത എക്സാം. അതേതായാലും നന്നായി. കുട്ടിക്ക് വലിയ രുചിയുണ്ടാവുമല്ലോ. അല്ല അപ്പൂപ്പൻ എന്താ ചെയ്യണേ? അപ്പൂപ്പൻ ഏതോ ഒരു വലിയ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇങ്ങനെ ഏതമ്പലത്തിലാ? ഏതമ്പലത്തിലാവും? തൃക്കുടശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. മിടുക്കിയ 10 തല രാവണി. ഞാനും അമ്മയും ഇടയ്ക്ക് അവിടെ തൊഴാൻ വരാറുണ്ട്. കണ്ട നല്ല ഓർമ്മ. ഉണ്ടാവും. എത്ര കാലായി ഭഗവാന്റെ തിരുനളിയിൽ പൂജയും കർമ്മങ്ങളുമായിട്ട് എങ്ങനെ വിരകി മെഴുകുന്നു. വലിയ ഭാഗ്യ. കടലിൽ പോവാണെങ്കിൽ ഇത്രയും പാടില്ല. നീ ഇറങ്ങിയില്ലേ? അതൊക്കെ വന്നിട്ടാലോചിക്കാം. പെട്ടെന്ന് വാ. വേണ്ട, ഇവിടുന്ന് ബർഗർ കഴിക്കാന്ന് പറഞ്ഞ അവളെ വിളിച്ചേ. അവള് പറയാ സഫറിന്റെ മട്ടൻ ബിരിയാണി കഴിക്കുമെന്ന്. സഫറിലെ മട്ടൻ ബിരിയാണി കൊള്ളൂല കേട്ടോ. അവിടെ മസാല കുത്തിത്തിരി കൂടുതലാ. അലങ്കാര മട്ടൻ ബിരിയാണിയാ സൂപ്പർ. അവിടുത്തെ ചോറും ഗംഭീര ബഹുകേമം. പിന്നെ മത്തി, അയില, സാറ്, കരണ്ടി, ചെമ്മീൻ, ഇങ്ങനെ മീനിന്റെ എല്ലാ ഇഷ്ടങ്ങളും അവിടെ കിട്ടും. മീനിന്റെ ഒരു ചാകര തന്നെയാണ്. അതിപ്പോ മ്ലേച്ഛന്മാരായ ചങ്ങാതിമാർ പറഞ്ഞിട്ടുള്ള അറിവാണ്. നിങ്ങൾക്ക് ഇതിൽ ഗുളുഗുളു പ്ലേ ചെയ്യാൻ പറ്റുമോ? എന്താ ഗുളുഗുളു? ഈ ഫോണിൽ കുത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ആളുകൾക്ക് കാശ് അയച്ചു കൊടുക്കുന്ന മറ്റേ അതിന് ആൻഡ്രോയിഡ് ഫോണോ സ്മാർട്ട് ഫോണോ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പൊ നടക്കില്ല. ഓ ചതിച്ചു. എന്റെ വീശാന്തിക്ക് ഒരു 5000 രൂപ കൊടുക്കാനുണ്ടായി. അയാൾക്ക് വളരെ കഷ്ടത്തിലാ. കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഈ ഫോണിൽ കുത്തി കാശ് അയച്ചു കൊടുക്കാമെന്നാ കരുതിയത്. അതിപ്പോ നടക്കില്ലല്ലോ. മറ്റേ കാർഡുണ്ട്. അപ്പൊ ക്യാഷ് എടുത്ത് കൊടുക്കാനല്ലേ? ഇപ്പൊ എന്താ പ്രശ്നച്ചാല് എനിക്ക് കാർഡിട്ട് കാശെടുക്കുന്ന പരിപാടി അതത്ര ഇങ്ങനെ നിശ്ചയില്ല. നിങ്ങൾക്ക് അപ്പൂപ്പിനൊന്ന് സഹായിക്കാൻ പറ്റുമോ? പിന്നെന്താ, SBIയുടെ കാർഡില്ലേ? അവിടെ തന്നെ SBI. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം. എന്നാ ഞാൻ അവിടെ വിളിച്ചു പറയണ്ടേ? വന്നാൽ ഇവിടെ വെയിറ്റ് ചെയ്യാൻ. ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇവിടെ നീ എത്താറായോ? ഞാനേ കോഫി ഷോപ്പിന്റെ അടുത്ത് ലെഫ്റ്റ് ഒന്ന് പോകുന്നുണ്ടേ. നീ വന്നാൽ ഇവിടെ നിൽക്കൂട്ടോ. കുട്ടി മുന്നോട്ടൊക്കെ നടന്നോളൂ, ഞാൻ പിറകെ വരുന്നുണ്ട്. ഒന്ന് കാത്തി കുട്ടിക്കെട്ടി കളിക്കാൻ അതിനെ കൊണ്ട് കൊന്ന് കടൽ ചാട്ടും. അതൊന്നും വേണ്ടച്ചാ, മണി കൊന്നാ പറയും. ഒരു 2-2 ആകുമ്പോഴേക്ക് അതിനെ പറഞ്ഞു
പിന്നെ അതിന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ലല്ല. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വെറുതെ ആയിപ്പോന്നെ ദണ്ണം അവളല്ല, അവളുടെ തന്ത അറിയട്ടെ. ഒന്നതിനേക്കാൾ വലിയ ദണ്ണം ഉണ്ടാവണം. കഷ്ടപ്പെട്ട് കൊണ്ടുവന്നിട്ട് വെറുതെ വിടുമെന്ന് വെച്ചാൽ എനിക്കെന്തോ വലയിട്ട് പിടിച്ചിട്ട് കടലിൽ തള്ളിയ പോലെ. എന്നാ ഞാനതിന്റെ 2 കണ്ണെങ്കിലും കുത്തി പൊട്ടിക്കട്ടെ. എന്തിനാത് ഒരെണ്ണം അച്ഛന് എന്തിന്റെ കേടാണ്? ആ പൂച്ച നമ്മളോട് തന്നെ ചെയ്തിട്ടില്ല. നമ്മുടെ ശത്രുക്കളോട് നമുക്ക് മനസ്സലിവ് തോന്നി തുടങ്ങിയാലുണ്ടല്ലോ, അത് നമുക്ക് തന്നെ കുടികൊണ്ടരാകും. ചെറുതല്ല അവർ നമ്മളോട് കാണിച്ചത്. നമ്മൾ തിരിച്ചു കൊടുക്കണത് ചെറുതല്ല. എങ്ങനെ ഇത് അവന്റെ മത്തകത്തിന് തന്നെ കുത്തിക്കൊള്ളൂ. അവരിത് സപ്പോർട്ട് ചെയ്ത് അച്ഛൻ തോന്നുന്നുണ്ടാ. പിന്നെ ഞങ്ങളെ പോവാൻ തോന്നില്ല. ചെക്കന്മാരും പേറ്റുകൊണ്ട് പോണെന്നുണ്ട്. നീ പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് വേണം വേഗം ചെല്ലി. ഈ മഴയത്ത് ക്രിക്കറ്റാ കളിച്ചിട്ട് പറയണം. വാങ്ങിച്ചു എന്നല്ലേ പറഞ്ഞത്? എന്തൊക്കെ വാങ്ങിച്ചു? ഉള്ളി, തക്കാളി, പഞ്ചാര, വെളിച്ചെണ്ണ ഒക്കെ വാങ്ങിച്ചു. 2 കിലോ തോരപ്പരിപ്പും കൂടെ വാങ്ങിച്ചു. വേഗം പാടാ, 2 പേരും പോ ചെല്ലി. 2 കിലോ തോരപ്പരിപ്പ് പരിപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടായിക്കോട്ടെ, പിന്നെ എടുക്കാലോ. നീ എന്താ നോക്കിയിരിക്കുന്നത്? 2 പേരും കൂടി പോയിട്ട് വേഗം പാടാ. എന്താ സംഭവം? അച്ഛാ, ഈ അച്ഛാക്ക് ഇത് നോക്കിയേ. കാര്യമില്ല, തോരപ്പരിപ്പ് വേണ്ട, അതിവിടെയല്ലോ. നിങ്ങൾ 2 പേരും കൂടി പോയി സിനിമ കണ്ടിട്ട് വാ. ശരി, ടാക്സിൽ നല്ലൊരു പടം കഴിക്കുന്നുണ്ട്, സൂപ്പർ പടം. ഏത് പടം? ഏതോ ഒരു പടം. എവിടേക്കെങ്കിലും പോയിട്ട് വാടി. അതും ആരെപ്പറ്റി ഇനമിച്ചൊന്നല്ല. പിന്നെ അപ്പൊ അന്റെ സിയുടെ മോളാ. അവളെ ഞങ്ങൾ ഇവിടെ പൊക്കി. ഇന്ന് ഉച്ചക്ക് 2 മണിക്ക് ഓക്ക് ഡോക്ടറാണ് കോപ്പിലെ പരീക്ഷ ഉണ്ട്. അത്തവണ എഴുതണ്ട. നമ്മള് ചെറുക്കന്റെ ഭാവി കളിച്ചിട്ട് അയാൾക്കടെ മുളകിൽ ഉണ്ടാക്കണ്ട. നിങ്ങൾക്കൊന്ന് 10 വയസ്സിന് പോകുന്നില്ലേ? ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞ അതിന്റെ ഗ്രാവിറ്റി ഇത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയോ? എന്തുണ്ടാവാനാ? അനുഭവിച്ചതിനപ്പുറം ഒരു പുതിയ വരാനില്ല. ഫോണി വരുന്ന അറിഞ്ഞിട്ടുണ്ടെ എനിക്ക് പേടിക്കില്ല. അതുകൊണ്ടല്ല ഇപ്പൊ ആയിട്ട് നാളെ പൊട്ടിക്കാനാണെങ്കിൽ അച്ഛനെ കൂടെ ഞാൻ വരാം. പക്ഷെ ഇത് ചീപ്പായി പോയി. എവിടെയെങ്കിലും എത്തിപ്പെടാൻ വേണ്ടി പഠിക്കണമെന്ന് പാടും. എന്നിട്ട് അതൊന്നും നന്നായിട്ട് പേര് അതെനിക്ക് നന്നായിട്ട് അറിയാം. ഇത് ചീപ്പായി പോയി. കൊല്ലെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പോഴെന്താ ഒരു കണ്ണെങ്കിലും കുത്തി പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത്രയും പേരുദോഷം ഉണ്ടായില്ലേ? എന്താണ് ഒന്നും തോന്നില്ലേ? അച്ഛനും അച്ഛനും ഒരു ബുദ്ധിമോശം പറ്റിയതാ. എന്ത് ബുദ്ധിമോശം? എന്റെ ഫ്രണ്ട് തീയ ഇപ്പോഴും ആ കോഫി ഷോപ്പിൽ ഇരിക്കുകയായിരിക്കും. അവൾ വരട്ടേന്ന് കരുതി ഞാൻ ഒരു വക കഴിച്ചില്ല. അവളുടെ എക്സാം കുളമായി. അവൾ എന്നെ പോലെയല്ല, നല്ല സ്കോപ്പുള്ളതാ. നന്നായി പഠിച്ചിട്ട് തന്നെ ടീച്ചേഴ്സും 2 മണിക്കുള്ള എക്സാം സെന്റർ എവിടെ ആയിരുന്നാ ഒക്കെ തീർന്നില്ലേ? ഈ ഗളവനെ വിശ്വസിച്ചോണ്ടായിരിക്കും തൃക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ
ഗൂഗിൾ പേ, ATM, കൊള്ളക്കളവൻ. എന്നോട് ചിലക്കില്ലേ? ഞാൻ അടങ്ങിയിട്ടില്ല. അച്ഛൻ പോയ സമയം ഒന്നേയുള്ളൂ. ഞാൻ 15 മിനിറ്റ് ഞാൻ സെന്ററിൽ എത്തിക്കാം. കുന്തം. അപ്പൊ എക്സാം ടൈം കഴിഞ്ഞില്ലേ? ഇല്ല, 10 മിനിറ്റ് ഞാൻ ബൈക്കിൽ കൊണ്ടെത്തിക്കാം. നിന്റെ കൂടെയാ? നീയും ഇതിൽപ്പെട്ടവനല്ലേ? നീ എന്നെ കൊണ്ടുപോയി കൊല്ലാനിടുമെന്ന് ഉറപ്പി. ഈ വകുപ്പിനെ വല്ലാണ്ടങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ലേ. നിങ്ങളുടെ അച്ഛൻ എന്നോട് അമ്മാതിരി ചെയ്തിട്ടും ഞാൻ കൊല്ലാൻ ചെന്നിട്ടില്ല. സ്വയം ചാകാൻ ശ്രമിച്ചിട്ടു. നിങ്ങളുടെ അച്ഛൻ എന്നോട് ചെയ്തത് 10 മണി. എന്റെ അച്ഛനും അച്ഛനും നിന്നോട് ചെയ്തിട്ടില്ല. ഇപ്പൊ ഒരു കണക്കെടുപ്പ് നിൽക്കാനുള്ള നേരല്ല. പരീക്ഷ ചെല്ലു മോളെ, എന്റെ കൊച്ചിന്റെ അവസ്ഥ നിനക്ക് വന്നാ അത് ഞങ്ങൾക്ക് വലിയതെണ്ണ. എന്റെ ആട്ടിന് മറ്റേ കോഫി ഷോപ്പിലെടുത്ത് വണ്ടിക്കുള്ളിൽ ഫോൺ പിടിച്ചെടുക്കാലോ. സമയങ്ങളില്ലേ ഇതിന് വണ്ടിയൊക്കെ. എന്റെ കോട്ട് തരാം, നനയല്ല. ഇപ്പൊ ഈ ടെൻഷനൊക്കെ കഴിഞ്ഞ സമാധാനത്തിൽ പരീക്ഷ ചെയ്തു. ബാക്കിയൊക്കെ പിന്നെ കയ്യിൽ വന്ന് കയറിയത് കൈവിട്ട് പോണത് കണ്ട. ഞാൻ അപ്പോഴേ അതിനെ കൊന്നാ മതിയായി. നിന്റെ ഒക്കെ കയ്യിൽ കൊണ്ട് തന്നതോ പാളി അച്ഛൻ എന്തിനിങ്ങനെ നിരാശപ്പെടണേ? അച്ഛൻ ഇങ്ങ് വന്നേ. അച്ഛാ, നമ്മളെ പ്ലാനിപ്പിളും ജയിച്ചിട്ടല്ലേ? എങ്ങനെ ഈ ഒരു സർക്കിളിന്റെ മൊത്തം ചുമതലയിൽ അവന്റെ മോളെ പട്ടാപ്പകല് പൊക്കിക്കൊണ്ടെന്ന് പൂട്ടിയിട്ട് അറിയുന്നു. അവനുണ്ടാകുന്ന അടിയാളെ കച്ചറന്ന് ആനക്കേട് കൊണ്ട് സ്വയം മാറി നശിച്ചു പോകില്ലവൻ. കുറച്ചു നേരത്തേക്കെങ്കിലും അത് കഴിഞ്ഞിട്ട് മക്കളകിട്ട് വരുമായിരിക്കും. വരട്ടെ, അവൻ വരില്ല. വേണ്ടേ? എല്ലാം മുന്നിലൊക്കെ തീരണ്ട. മനസമാധാനം നഷ്ടപ്പെട്ട് ഭ്രാന്തിലേക്ക് അവൻ എന്റെ സ്വർഗത്തിന് ഉണ്ടാവണം. ഇന്ത്യ ചതക്കും പോലെ അവൻ നമ്മളെ ചതക്കുമായിരിക്കും. ചതക്കട്ടെ, അത് കഴിഞ്ഞിട്ടുള്ള തപ്പിണ്ടല്ല. അതാണ് നമ്മുടെ പ്രതികാരം. കുറച്ച് പറഞ്ഞേക്കട്ടെ. താങ്ക് യു ബേട്ടി, താങ്ക് യു. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്കിലും നീ വീണ്ടും പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് അല്ലാതെ കല്യാണം നടത്തുന്ന വിചാരിക്കട്ടെ. മനസമാധാനത്തോട് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അതാ ഇതൊക്കെ ചെയ്യുന്നത്. നീ എന്തായാലും സ്വപ്നം കണ്ടു. സ്വപ്നം ഇന്നാണ് ഇവിടെ വന്ന സുരേന്ദ്രനില്ലേ, അയാളും ടീമും ഇന്നെന്നെ പട്ടാപ്പകൽ കിഡ്നാപ്പ് ചെയ്തോളൂ. കിഡ്നാപ്പ എന്നിട്ട് എന്റെ മുന്നിൽ നിൽക്കല്ലേ? പിന്നെ ഞാൻ എങ്ങനെ പരീക്ഷ ചുമ്മാ ഇടയ്ക്കല്ലേ പോണേ? അച്ഛനാണ് സത്യം. അവരുടെ തട്ടിക്കൊണ്ടുപോയി എന്നെ കൊല്ലാൻ വരെ അവർക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. അയാളുടെ മോനും മോളും വന്നുകൊണ്ട് മാത്രം എനിക്ക് അവിടുത്തെ രക്ഷപ്പെടാൻ പറ്റിയതും പരീക്ഷ എഴുതാൻ പറ്റിയത്. ഒഴിഞ്ഞു പോണം കോട്ടയിൽ അനങ്ങാതിരുന്നതാ. ഈരിയാണ് വെച്ചോണ്ടിരുന്നുണ്ട്. തീർത്തേക്കാം. അവരുടെ പ്രതികാരത്തിന് പോകാൻ വേണ്ടിയല്ല ഞാൻ അച്ഛനോട് പറഞ്ഞേ. പറ്റുമെങ്കിൽ അവരുടെ കണ്ണിപ്പെടാതെ കാർ നടക്കണം പറയാനാ. ആ പൂച്ചകളെ പേടിക്കണം. ഇതിനേക്കാളെ കോടി കെട്ടിയമാരെ കണ്ടവരെ
ചോര കത്തിച്ചിട്ടില്ല ശിവാനന്ദൻ. അച്ഛൻ കണ്ട കൊടികെട്ടന്മാരെപ്പോൾ അല്ല ഇവരെ കയ്യിൽ വലിയ വലിയ വെപ്പൺസ് ഇല്ല, ആൾബലമില്ല, വലിയ ബന്ധങ്ങളില്ല. പക്ഷേ ചാകാൻ തമ്മിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു കുടുംബാണ്. അതിലൊരാളെ തൊട്ടാ അടുത്ത ആളുകളൊന്നും പണി. പണത്തിന് വേണ്ടി പണിയാനിറങ്ങുന്ന ഗുണ്ടകളെ പോലും സ്വന്തം ചോരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ പാടില്ലാത്ത പച്ച മനുഷ്യരാണ്. അച്ഛൻ അവരെ പേടിക്കണം, നല്ലോണം പേടിക്കണം. നീ വല്ലാതെ പേടിച്ചിട്ടുള്ളോടി. നിന്നെ ഉപദ്രവിച്ചോ? പറ, എന്റെ കൊച്ചിനെ നോവിച്ചോ? നോവല്ല, അച്ഛനെ അവരോട് ചെയ്തൊക്കെ കേട്ടപ്പോ വല്ലാതെ ചൂട് ചെറുതായി. പിന്നെ അപ്പന്റെ കയ്യിലിപ്പ് കാരണം ആളുകൾ എന്നെ ടാർഗറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായില്ലെന്ന് ഓർത്തപ്പോ വല്ലാണ്ട് വിഷമം തോന്നി. നല്ല തന്തയ്ക്ക് പിറക്കായിട്ടല്ലേ ആലോചിച്ചു. വല്ലാതെ നാവാണല്ലേ. എന്താ ഉണ്ടാകുന്ന വെച്ചാലേ ഒരു പേപ്പറിൽ ഇങ്ങനെ തന്നാ മതി, ആ കുടുംബത്തെ മൊത്തം ഞാൻ മൂട്ടും. പിന്നെ അവർ പുറം ലോകം കണ്ടെങ്കിലേ എനിക്കിത് ഉണ്ടാക്കാൻ പറ്റും. അവരുടെ പേരെ പറഞ്ഞു കൊടുക്കാനാണ് കേസ് ഞാൻ എടുത്തോളാം. ചെറിയ വകുപ്പുകളല്ല. എങ്കിൽ അച്ഛൻ നല്ല കേസ് എടുത്താൽ ഞാൻ കോടതി പറയും. നീ ഇന്ന് വാങ്ങും. എനിക്കിന് വയ്യ പേടിച്ച് നാടകത്തിൽ ജീവിക്കാൻ. ആരെയാണ് നീ പേടിക്കുന്നേ? ഞാനൊന്നും ഉള്ളക ഒരു കടക്കടക്കവന് മറ്റൊന്നാരി ഒതുക്കാൻ പറ്റാത്ത ഒരു ചാപ്പനാണ്. വലിയ പോകുന്ന അയ്യോ പാപങ്ങളോടും ഹെൽമെറ്റ് ഇല്ലാത്തവരുടെ ചെറുക്കന്മാരോടും മറ്റും പറയുന്ന വൃത്തികെട്ട വർത്താനം ഈ വീട്ടിൽ പറയുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവരോട് ചെയ്തതിനോടൊന്നും അവരിവളോട് ചെയ്തിട്ടില്ല. ആ ചെറുക്കൻ 100 കൊണ്ടുവിട്ടത് കൊണ്ടാണ് ഇവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നത്. ആ വിഷയം വിട്, രണ്ടെണ്ണം വിളിച്ച് വലുത് കഴിക്കാൻ നോക്കും. പോലീസ് ഭാഷയുടെ പറയരുതെന്ന് ഞാൻ പറഞ്ഞതാണേ. അവ പരീക്ഷക്ക് കൊണ്ടുപോയി വിട്ടുപോയി. അങ്ങനെ ചെയ്താലേ അതുപോലെ ചെയ്യുന്ന കുറ്റം എന്താവോ? ആവോ അവനെന്തോ വലിയ മഹാമനസ്കത കാണിച്ചു കഴിഞ്ഞിരിക്കാൻ. അവൻ എന്നെ കൃത്യസമയത്ത് പരീക്ഷയ്ക്ക് എത്തിച്ച നന്മമരം മാത്രമാണെന്നാണോ അച്ഛൻ കരുതിയെ? ഇറക്കി വിട്ട് പോരും നേരം ആ ചെറുക്കനൊരു ഡയലോഗ് പറഞ്ഞു. നിന്റെ അച്ഛൻ എന്നെ അച്ഛനെയോ അച്ചാച്ചനെയോ തൊട്ടാ റിസൾട്ട് വരുമ്പോ നിനക്ക് നിന്റെ അച്ഛന്റെ കൊലകുളി നടത്തേണ്ടി വരുന്നു. എന്നിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് വന്നില്ല, മരിച്ചു പോയി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ നിങ്ങളെ പേടിച്ചിരിക്കണല്ലേ. ഇത് സംഭവിച്ചത് ഇവർക്കാണെങ്കിൽ പോലും സുമോട്ടോ കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം എടുക്കുന്നുണ്ട്. ഈ സ്റ്റേഷനിലെ മുഴുവൻ ക്രമസമാധാനത്തിലെ ചുമതല എനിക്കാറുള്ളതുകൊണ്ട് ഇവൾ കോടതിയിൽ മൊഴി തന്നാലും മാറ്റി പറഞ്ഞാലും ഞാൻ കേസ് എടുക്കും. അങ്ങനെ ഉത്തരവാദിത്തത്തോടെ എത്ര കേസ് എടുത്തിട്ടുണ്ട് ശിവൻ? ക്രമസമാധാനം എന്തോ ഉത്സാഹിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വളവിൽ ഒഴിച്ചില്ലാതെ ചെറുക്കന്മാരെയും സ്കൂളിലും മക്കളെയും പഠിക്കുന്ന ഫാമിലിയെയും വഴിയിൽ കടന്നു വെട്ടിയടിക്കണം, കണ്ടെത്തു വയ്ക്കുന്നതുമാണോ ക്രമസമാധാനം? സ്കൂളിൽ ആരെങ്കിലും ഉത്തരവിട്ടാൽ മാത്രം ഉണരേണ്ടതല്ല പോലീസിന്റെ ഉത്തരവാദിത്വം. അത് ബ്ലഡിലുണ്ടാവും, ഇവരുടേതില്ല. അതുണ്ട്, അതേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നതാണ് വിഷമം ശിവേട്ട. ഇത്രയും കാലമായി കുറച്ചുകൂടി കഴിഞ്ഞാൽ ശിവേട്ടൻ റിട്ടയർ ചെയ്തു. അതിനുശേഷം അഭിമാനത്തോടെ ഓർക്കാൻ ശിവേട്ടൻ എന്തുണ്ടാവും? ഒരു പോലീസുകാരൻ എന്ന നിലയിൽ ഈ നാടിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നത് ചെയ്തു എന്ന അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയും. സ്വയം ഓർക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. ഉള്ളതാവട്ടെ ഇതുപോലെ നിന്റെ വിശിഷ്ട സേവാവനം എനിക്ക് വേണ്ട, ഡിപ്പാർട്ട്മെന്റിന് വേണ്ട. പക്ഷേ എന്റെ ഉള്ളിൽ സാധനം തലമാടി തണ്ടം അത് മതിയരിക്കും, അത് മതിയരിക്കും. അപ്പൊ ഭക്ഷണം കഴിക്കുന്നില്ലേ? അതിനി മരിച്ചുപോയി എന്റെ അച്ഛൻ വരണം. അമ്മേ മതി, എന്തു മതി? അതിനാദ്യം പ്രൊഫഷണൽ എത്തിക്സ് വേണം. മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാനുള്ള മനസ്സുണ്ടാക്കണം. നിന്റെ അച്ഛൻ അതില്ല. വലിയ പറമ്പിൽ ശിവാനന്ദൻ പിള്ളയ്ക്ക് തറവാടിത്തത്തിന്റെ അസ്ഥിതയാണ്.
ചോദിക്കണ്ട, നിന്നെ ഒന്ന് ബോധ്യപ്പെട്ട ബാധ്യത എനിക്കില്ല. പക്ഷേ എനിക്ക് എന്നെ ബോധ്യപ്പെട്ടു. ഞാനൊരു ഒന്നിനും കൊള്ളാത്ത ഒരു മച്ചനാണ്. പറഞ്ഞാ നിൽക്കൂല. അതാ ഈ തറവാടിക്കത്തിന്റെ ഒരു പ്രശ്നം. ഞാൻ കേറി, നീ പറഞ്ഞില്ലേ ചാങ്കൂറ്റം, ഒടുക്കത്തെ ചാങ്കൂറ്റം. തുടങ്ങണില്ലേ? നിന്നെ അടിച്ചും കുത്തിയും വേർക്കാൻ എനിക്ക് വരില്ല. അതൊന്നും നിനക്ക് ഏക്കത്തില്ല. ഒറ്റ ഷോട്ടിന് എനിക്ക് പിന്നാവും. ഓ, അതായിരിക്കും തോക്കും കൊണ്ടെത്തിയത്. എന്തായാലും ബോഡി എടുക്കാൻ വരാൻ ഞാൻ എന്റെ മോളിൽ ലൈവിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നീ അതിനെ വിട്ടിട്ട് തീർത്താലും ബോഡി ചെയ്യരുതല്ലോ, കൊണ്ടുപോയി അടക്കാൻ. അഥവാ നീയാണ് തീരുന്നെങ്കിലേ നിന്റെ ബോഡി കൊണ്ടുപോയി എവിടെയെങ്കിലും ഡംപ് ചെയ്യാൻ. അപ്പോ നീ ഒരുങ്ങി തന്നെയാണ്. ഞാനപ്പോ കീഴ്പേട് പോണെങ്കിൽ മാറ്റി. ഇപ്പൊ നിന്ന് പിറക്കണെങ്കിലേ ആൻഡ്രോയിഡ് തന്നെ വേണം. സാംസങ് ആണ്. ഏതാ സീരീസ്? ഗാലക്സി M33 5G. എന്നത് ഓപ്പോ റെനോ 10 5G. ഫ്രണ്ട് ക്യാമറയൊക്കെ സൂപ്പറാണ്. സെൽഫി ഒക്കെ എടുത്താലേ എടുത്ത പോലെ ഇരിക്കും. 32 മെഗാ പിക്സൽ. ഫോൺ എടുക്കാൻ ചെന്നപ്പോ കടക്കാരൻ ഇതും കാണിച്ചായിരുന്നു. പിന്നെ കാണാൻ പോലുള്ള സെൽഫി ഒക്കെ. നമുക്ക് വേണ്ടത് ബാറ്ററി ബാക്കപ്പാ. അതിന് ഇത് മതി. നീ പോലീസിൽ പോകുന്നത് ഇത്ര അടുത്തും കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയൻ വേണമെങ്കിലോ തൊട്ട് നോക്കിക്കട. ഇത് ഞാനൊരു പൊട്ടിച്ചു നോക്കിയിട്ടൊന്നുമില്ല. ഇത് പൊട്ടോന്ന് തന്നെ നിന്റെ തല എത്തുമ്പോഴേ പറയാൻ പറ്റും. ഇത് ഞാൻ ഈ രൂപകടയിൽ നിന്ന് വാങ്ങിയതാ. മക്കളുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മൂത്തതറിയാം, കുത്തിയപ്പോൾ ഉറപ്പാ. തൊട്ടിക്കോ. ഞാൻ അടിക്കുമ്പോ നീക്ക് ടെംപ്റ്റേഷൻ ആണുണ്ട്. നീ വലിയ കീറല്ലേ കൊലിക്കോന്നി പട്ടി. പട്ടി എല്ലാം കഷ്ടം കടിക്കണം കണ്ടിട്ട് ആർക്കെങ്കിലും ഷാവായി തിന്നാൻ കൊതി തോന്നിയിട്ടില്ല.
പട്ടി ഇതൊരു കഴിഞ്ഞ ഗോളിക്കണം അടിച്ചോ അടിച്ചോ. അല്ലെ ഈ പോലീസിന്റെ നാട് പറയാൻ പറഞ്ഞത് എല്ലാരും അത് കേട്ടാൽ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ആലുവ പോലീസിന്റെ മുൻപ് കണക്കിടുമ്പോ എന്തായാലും തിയേറ്ററിലെ കയ്യടി ഞാനവിടെ കണ്ടിട്ടില്ല, കൈയടിച്ചിട്ടില്ല. പിന്നെ പ്രളയത്തിന്റെ സമയത്ത് നിങ്ങൾ പോലീസുകാരൻ ഞങ്ങൾ തുറക്കാരോട് കാണിച്ച കരുതൽ കണ്ടിട്ട് കൈയടിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഈ പറയുന്നത് ഞാനീ പറഞ്ഞത് മൊത്തം മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നീ ഇപ്പോ എന്റെ മുന്നിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്നെ സോപ്പിടുന്നല്ലേ സുരേന്ദ്ര? നീ നിന്റെ കയ്യിൽ നിന്ന് ഞാനെങ്ങനെ രക്ഷപ്പെടുന്നു ചിന്തിക്കാതെ എന്റെ കയ്യിൽ നിന്ന് നിനക്കെങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ചിന്തിക്ക്. 15 rounds firing capacity, 55 yards firing range. അതെല്ലാം എന്തായിരിക്കും? അപ്പോ നീ അത് വിടും. അപ്പൊ നമ്മളെന്താ പറഞ്ഞേ? നീ പറയുന്ന എന്റെ ഫ്ലോന്ന് എന്താ പറഞ്ഞേ? പോലീസും നാട്ടാരും ഈ പ്രേരണത്തിനെയും പോലീസിനൊക്കെ എല്ലാവർക്കും വലിയ പേടിയാ. പക്ഷെ ഒരു തരി പോലും സ്നേഹമില്ല, ബഹുമാനമില്ല. എന്റെ ഭാര്യ പോലും എന്നോട് പറഞ്ഞു നിനക്ക് ഭാര്യയില്ല, മരിച്ചുപോയി. ഭാഗ്യവാൻ ഭാഗ്യവാൻ. ഞാനാ പറഞ്ഞത് പൊളിറ്റിക്കലി കറക്റ്റല്ല കേട്ടോ, സ്ത്രീവിരുദ്ധാണ്. എത്ര കറക്റ്റാവാൻ ശ്രമിച്ചാലും എന്നോടുള്ള കൂട്ടമ്പഴങ്ങനെ ചാടി 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 എന്നോ. ഇപ്പൊ നമ്മളെന്താ പറഞ്ഞു അങ്ങനെ പിന്നെയും പോയി. നീ എങ്ങനെയാണ് പറയുന്നോണ്ട എന്നോട് ചോദിച്ചേ? എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ അപ്പോ നീ എന്നെ പേടിക്കാൻ പഠിച്ചു, അനുസരിക്കാൻ പഠിച്ചു. അല്ലേലും നിനക്ക് എന്നെ പേടി അനുസരണക്ക് ഉണ്ടായിരുന്നു. ഞാൻ മിമിക്ക് കളിക്കാൻ പറഞ്ഞപ്പോ നീ മിമിക്ക് കളിച്ചു. ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ നീ ഡാൻസ് കളിച്ചു. ഞാൻ നിന്റെ അനുസരണനെ ഇത്തിരി മിസ്യൂസ് ചെയ്തു. പക്ഷെ അതിന് പകരം നീ ഇറക്കിട്ടില്ല ചെയ്തോ ഒന്നുമില്ലേലും ഞാനൊരു പോലീസല്ലടോ. തീർച്ചയാക്കാം മിമിക്രി കഴിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതെന്നോട് പറഞ്ഞേക്കല് സുരേഖ.
ഏതാ പാട്ട്? പാട്ടാ? ആ പാട്ടിന്റെ ജയിലറിലെ എന്താണ്? കാവാല നിർത്ത്. ഇപ്പൊ ഞാനും താനും തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല. തുണി ഇരിഞ്ഞ എല്ലാരും കണക്കാ സാറേ, ചത്തവൻ. അതുകൊണ്ട് ഇട്ട വേഷവും തൊലിയുടെ നിറവും നോക്കി ഇനി ഒരാളെയും ഉണക്കരുത്, ഒരാളെയും. തന്റെ പെരിയാർ പറയുന്നു, ചില മനുഷ്യർക്കിടയിൽ നമുക്കൊരു വലിയ കാര്യം ചെയ്യാനുണ്ട്. ഇതൊരു വലിയ രോഗമാണ്. അത് തുണി നനച്ചിട്ടാൽ മാറില്ല, അങ്ങാടി മരുന്ന് കൊണ്ടും മാറില്ല. കീറണം. ഒരു മേജർ ഓപ്പറേഷൻ ചെയ്താൽ മാത്രമേ അത് മാറുകയുള്ളൂ.
అవతరించు ప్రతిఘటించు సత్యమీ ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై ధ్వజించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించు ధన మదాంధ శక్తుల నిర్జించు సోదరా ఇది ప్రళయ నృత్యహేళా అది స్వార్థపరుల లీలా రణభూమిలో జనవేగుడు అరుణారుణ జ్వాల మరల ప్రతిఘటించు ప్రతిఘటించు సత్యమై ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై ధ్వజించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించు ధన మదాంధ శక్తుల నిర్జించు సోదరా సూర్య చంద్రులెవరి సత్తురా ఈ భూమి మీది మనుషులందరొక్కటేనుగా క్షణభరితమైన జీవయాత్రలో గోదారి వరదలా ఉండాలి సోదరా ప్రతి పేదవాడి గుండెలోన సామ్యవాదమి తెలిసి ప్రతిఘటించు ప్రతిఘటించు సత్యమై ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై ధ్వజించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించు ధన మదాంధ శక్తుల నిర్జించు సోదరా భయమంటూ దూరముంటే బతుకు బాగుపడదురా శిఖనయుల కళ్ళు తెరిచి పోరు బాట పట్టరా ఇది తరతరాల గాథ సోదరా నిజమేదో తెలుసుకో ఓరాది తెలుసుకో ప్రతి తేదీ ఒక్కసారి దీక్ష భూమి సాగరా తెలిసి ప్రతిఘటించు ప్రతిఘటించు సత్యమై ప్రతిధ్వనించు విప్లవాగ్ని జ్వాలవై ధ్వజించు సోదరా అవతరించు అవతరించు కథన వ్యూహమే రచించు ధన మదాంధ శక్తుల నిర్జించు సోదరా ఇది వంశయాభయల్లే ಇದು ಮಹಿಮಗೀರವಲ್ಲೇ ರಣಭೂಮಿയിൽ നിറമാർന്നൊരു സ്മരണാഞ്ജലിയല്ലേ സിന്ദാബാദ്. ലോകമെങ്ങുമുള്ള വർണ്ണവിവേചനത്തിനെതിരെ സധൈര്യം പോരാടിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ധീര പോരാളികൾക്ക് മുന്നിൽ കീഴറം ജ്വാല തിയേറ്റേഴ്സ് ഈ നാടകം സമർപ്പിക്കുന്നു.